സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛന്റെ തെമ്മാടി. എന്ത് പറ്റി സാറേ? കൊച്ചു വെളുപ്പാൻ കാലത്ത് ഉറക്കത്തിൽ കിടന്നോണ്ട് ചിരിയും കളിയും. നേരം വെളുത്തല്ലേ? ആ പള്ളി മണിയടിക്കുന്ന കേട്ടില്ലേ? അല്ല, വയസ്സുകാലത്ത് വേണ്ടാത്ത സ്വപ്നങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? അപ്പോ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും. ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഉറങ്ങാൻ നേരത്ത് വല്ല ഈശ്വരനാമവും ജപിച്ചോണ്ട് കിടക്കെന്റെ ചേട്ടാ. എനിക്ക് കാലത്ത് തലയ്ക്ക് വട്ടളായിരിക്ക. ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ്. ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും. അമ്മേ, അച്ഛൻ വന്നു. ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ്. ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും തന്നെ ന്യൂക്ലിയസിൽ. ഇത് പഠിക്കാൻ വേണ്ടിയുള്ള വായനയാണോ അതോ അച്ഛനെ അമ്മയും നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ? രണ്ടിനും കൂടിയാ. പഠിക്കുകയും ചെയ്യാം, എല്ലാരും കേൾക്കുകയും ചെയ്യും. ഇപ്പം വക്കീലാകൂടി, ഉരുളയ്ക്ക് ഉപ്പേരിയാ. അച്ഛൻ തനി പോലീസാ. വലത് കാൽ വെച്ച് കയറിയാലും കുറ്റം, ഇടത് കാൽ വെച്ച് കയറിയാലും കുറ്റം. മനസ്സിൽ വായിച്ച ചോദിക്കും, പുസ്തകത്തിൽ നോക്കി എന്ത് ഗിനാവാടാ കാണുന്നത്. ഉറക്ക വായിച്ച അതും കുറ്റം. എങ്ങനെയെങ്കിലും വായിക്കൂ, പക്ഷെ റിസൾട്ട് വരുമ്പോ ഫസ്റ്റ് ക്ലാസ് വേണം. അല്ല എന്റെ തനി സ്വഭാവം പുറത്തു വരും. അടിച്ച് തൊടയിലെ തൊലിയാൻ പൊളിക്കും. ഇവ കാടുക്കളപ്പണി ഒഴിച്ചിട്ട് നേരമില്ലേ? അടുത്ത മാസം പരീക്ഷയാ. ഞാനെന്ത് ചെയ്യാനാ? പുസ്തകം എടുത്ത് 4 അക്ഷരം വായിക്കാൻ പറഞ്ഞ ഉടനെ ഇറങ്ങും കുടം എടുത്ത്. പിന്നെ പാത്രം തേപ്പായി, അലക്കായി. അതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് സുഖമായി. അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി പഠിക്കടി എന്ന് പറഞ്ഞാൽ ചേച്ചിയോട്. പിന്നെ അമ്മയ്ക്ക് ഒരിടത്തിരുന്നാ മതിയല്ലോ. പോടാ അവിടുന്ന്. വേനലിലും പറ്റാത്ത കിണറുള്ള ഒരു വീട് നോക്കണം. ഇനി 2-3 മാസം വെള്ളം ചുമന്ന് ചാവും. നോക്കാം, നമ്മുടെ കയ്യിലൊതുങ്ങിയത് കിട്ടണ്ടേ. ഇതിന് തന്നെ വാടക കൂട്ടി കൊടുക്കണമെന്നും പറഞ്ഞ ആ സാഹിബ് സൗകര്യം തരണില്ല. സേതുവിന്റെ ഇന്റർവ്യൂവും പേഴ്സണാലിറ്റി ടെസ്റ്റും ഒന്ന് കഴിഞ്ഞ് കിട്ടിയത് നമ്മൾ രക്ഷപ്പെട്ടടി. പിന്നെ നിനക്ക് ഏതുതരം വീട് വേണം? ഈശ്വര, എല്ലാം ഒന്ന് നേരെയാക്കി തരണേ. ഒക്കെ നടക്കും. ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടടി. അവനെ സല്യൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പെൻഷൻ പറ്റി പിരിയാൻ. എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛൻ വന്നു. അതിന് ഞാൻ എന്താ വേണം? തലയും കുത്തിക്കണം. ആ തലയും കുത്തി നിന്നു, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ചീത്ത. വ്യായാമം ചെയ്യുന്നില്ല, തടി കൂടുന്നു, തോന്നിയാസാണെന്നൊക്കെ പറഞ്ഞു. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ശീർഷാസനത്ത് നിൽക്കുമ്പോ അവിടെ സംസാരം. ശീർഷാസനത്ത് നിൽക്കുമ്പോ സംസാരിക്കരുത്, വെള്ളവും വിലങ്ങും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്താൻ എന്നോട് പറയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയതാ. ഈ എക്സർസൈസ് പറ്റി വല്ല വിവരമുണ്ടോ ഇവക്ക്? അല്ലേ അച്ഛാ? അതെ അതെ, എന്നാലും 2 മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്നെന്ന് അച്ഛന് കംപ്ലൈന്റാ. ഇതൊന്ന് കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. എന്തോ അല്ല, ഈ മേധസ്സൊക്കെ കളഞ്ഞ് നല്ല സ്ലിമ്മായി. അതിനെ ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം. പിന്നെ നിന്റെ ഈ വലിച്ചുവാനുള്ള തീറ്റ ഉണ്ടല്ലോ, അത് നിർത്തണം. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കുന്നത്? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നീ എക്സസൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അല്ലടി, ഒറ്റ വീക്കെന്നുണ്ടല്ലോ.
ഞാൻ കണ്ടല്ല. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ടായിരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ. ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണ്ടേ. അത് ചില്ലറ കാര്യ. എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക. അല്ലാതെ അതും വേണം, ഒപ്പം ഫിസിക്കൽ ഫിറ്റ്നസും വേണം. നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല. അത് അച്ഛൻ പറയുന്നതിൽ കൂടുതൽ ഒരു തരി. പോയിരുന്ന് പഠിക്കണി. അതാ വരുന്നു. നീ കാപ്പി കുടിക്കാൻ വരുന്നുണ്ടോ? അച്ഛനും ഏട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാം. ഇത്തിരി വെയിറ്റ് ചെയ്യട്ടെ. അയ്യേ, ഇതെന്താ നിന്റെ മുഖത്ത്? നിന്റെ പേരാണ് മീശ. മേരാ അച്ഛന്റെ മൂത്ത മകനാരാ? എന്താ? അല്ല, ഇവനാണെന്നൊരു സംശയം. ഇങ്ങോട്ട് നോക്കിയാടാ. എന്താ ഈ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ട്? മീശ അല്ലാതെ എന്താ? ഒന്ന് കറുപ്പിച്ചേ ഉള്ളൂ. തുടച്ചില്ലടാ, തുടച്ചളയാൻ. ഉടച്ചു കളയടാ. ഒരു മീശ വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഈ വീട്ടിൽ? എന്റെ മക്കളെ ഞാനൊരു ഈർക്കിലെടുത്ത് പോലും തല്ലിയിട്ടില്ല. നീ എന്നെ ഇത് മേടിക്കും. ഇവൻ മിക്കവാറും മേടിക്കും. എന്റെ അമ്മ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്തോ ഇത് 2 ഇഡലിയോ? ചുമ്മാ അതല്ല ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നത്. നീ 10-15 തിന്നുന്നല്ലേ? അല്ല, അതാ പറഞ്ഞത്, ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ. അമ്മയ്ക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എനിക്കറിയില്ലേ. ഇവിടെ ചോദിച്ചു നോക്ക്, പറഞ്ഞുതരും. 2 ഇഡലിയൊക്കെ കഴിക്കാല്ലേ അച്ഛാ? രാവിലെ 2 കഴിക്കാം. ഒരു പഴവും ഉള്ള പാലും ആകാം. 2 മുട്ട, 4 ഏത്തപ്പഴം. ഒന്ന് മിണ്ടാണ്ട് കഴിച്ചിട്ട് ഒരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇല്ല, ഇവൻ മേടിക്കും. കഴിക്കേ. ദേവി, മണി 9:30 കഴിഞ്ഞു. വരണുണ്ടോ നീ? ഇവളുടെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയാൽ സെക്കൻഡ് ബെല്ല് അടിക്കാണ്ട് സ്കൂളിൽ എത്താൻ പറ്റില്ല. നീ ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാലോ എങ്ങനെയാ കൃഷ്ണ? ആ പെണ്ണെന്തെങ്കിലും കഴിക്കട്ടെ. കൃഷ്ണ, നീ വന്നേ. ഇതാരുടെ പടാ? ഇതൊരു ടോണിക്കിന്റെ പരസ്യ. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കുന്നു. കയ്യിന്റെ ഒക്കെ ഒരു വണ്ണം കണ്ടു. ഈ ടോണിക്ക് കുടിച്ച ഇങ്ങനെയാവോടാ? എന്റെ അമ്മയ്ക്ക് രൂപ വേണോ? എനിക്കല്ല, നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങിക്കൊടുക്കാൻ നല്ലതാ. സേതുവേട്ടന്റെ കാര്യം മുത്തശ്ശി പറയുന്നത്? ഇപ്പൊ തന്നെ തടി കൂടലാന്ന് പറഞ്ഞ് അച്ചുമാമ എന്നും മഴക്കാം. അമ്മയ്ക്ക് ഇപ്പൊ സേതുവിനെ ഇതുപോലെ ആക്കണമെന്നാ. എന്തിനാ ഗുസ്തിക്ക് വിടാനാ? അവൻ ഇൻസ്പെക്ടർ ആവേണ്ടതല്ലടാ. കള്ളന്മാരൊക്കെ നല്ല ഇടിയിടിക്കണമെങ്കിൽ നല്ല തടി വേണം. മുത്തച്ഛനെ കണ്ടിട്ടില്ലല്ലോ നീ? ഈ പടത്തിൽ കാണുന്നത് പോലെ ദേഹം. നിന്റെ അച്ഛനെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ആ രൂപഗുണം മുഴുവൻ കിട്ടിയിരിക്കുന്നത് സേതുവിനാ. നീ പോരണ്ടോ? അതോ അമ്മയുടെ പഴംപുരാണം കേട്ട് നിൽക്കണോ? മുത്തശ്ശി, നേരായി. വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ബാക്കി കേൾക്കാം. പറഞ്ഞ് നാക്കെടുത്തില്ല. നിനക്ക് 100 ആയിസ. സേതുവേട്ടന്റെ ശരീരം നന്നാക്കാൻ ചില പുതിയ പരിപാടികളൊക്കെ ഇട്ടിരിക്കാം മുത്തശ്ശി. അത്ര കളിയാക്കണ്ടടി. ദേഹരക്ഷയെ കുറിച്ച് ഈ സ്കൂൾ വാദ്യാരന്മാർക്ക് വല്ല വിവരമുണ്ട് എന്റെ മുത്തശ്ശി? അങ്ങനെ കളിയാക്കാതെടാ ഞങ്ങളെ. അയ്യോ, ഞാൻ അമ്മാവനല്ലേ പറഞ്ഞത്, ഇവളെ. പിന്നെ പോലീസുകാർക്ക് വലിയ വിവരം അല്ല. ഇത്തിരി പോരം വരുന്ന പിള്ളേർക്ക് തറ പറ എന്ന് പഠിപ്പിക്കുന്ന നിനക്ക് 20,000 രൂപ കൈക്കൂലി കൊടുത്തില്ലായിരുന്നു കാണായിരുന്നു. ടീച്ചർ എന്ന് പറഞ്ഞ് ഗമാണിച്ച് അടക്കാൻ പറ്റുമായിരുന്നോ? പിന്നെ അപ്പൊ ഞാൻ TTC പാസ്സായതോ? അയ്യോ, TTC എന്ന് പറയുന്ന IAS അല്ലേ? ബോഡി എവിടുന്ന്? കിണറ്റിൽ വെള്ളമില്ലാന്ന് കേട്ടല്ലോ. തീരെ പറ്റിയോ? ബക്കറ്റ് പൊങ്ങില്ല. ഓഹോ, വല്ല കാര്യമുണ്ടോ ഇതിന്റെ? ഇത്രയും വലിയ വീട് ഇവിടെ കിടക്കുമ്പോ വാടക വീട്ടിൽ പോയി താമസിക്കാം. നിന്റെ അമ്മയുടെ തറവാടല്ലേ ഇത്? നിന്റെ അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. അച്ഛൻ അഭിമാനിയാ. അഭിമാനമല്ല, ദുരഭിമാനം എന്നാ ഇതിന്റെ പേര്. വാടി മുത്തശ്ശി, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആ പത്രത്തിൽ കണ്ട മാതിരി ഇരിക്കണം നിന്റെ തടിയും മസിലും വണ്ണവും. അമ്മായിയുടെ കൈ കൊണ്ടുണ്ടാക്കണ പുട്ടിന് ഒരു പ്രത്യേക രുചിയാണ്. പുളൂസ് അടിക്കാതെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. രാവിലെ 2 കണ പുട്ടാ നിന്റെ മുത്തച്ഛന്റെ കണക്ക്. പിന്നതേ
ഇത്രയും പോന്ന 2 നേന്ത്രപ്പഴം, ആ. ഒരു മുട്ട, 2 നാഴിപ്പാല്. ആണുങ്ങളായ അങ്ങനെ തിന്നും. അയ്യോ ഇതെങ്ങനെ ദഹിക്കുക? ആ, അതാണ് കളരി അഭ്യാസത്തിന്റെ വിശേഷം. കല്ല് വിഴുങ്ങിയാലും വെള്ളം പോലെയാവും. ഒരു 10 ആള് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് അടിക്കാം. ഒരിക്കൽ കാവുശ്ശേരി പൂരത്തിനൊരു തല്ലുണ്ടായി. ഒരു 10-30 മാപ്പിളന്മാര്, മുത്തശ്ശനൊറ്റയ്ക്ക്. ഓരോ അടി അടിച്ചുള്ളൂ. വാഴ വെട്ടിയിടുന്ന പോലെയല്ല എല്ലാം വീണത്. ആ മുത്തശ്ശന്റെ രൂപവും ഗുണവും ഒക്കെ കിട്ടിയിരിക്കുന്നത് നിനക്ക. അത് നീ മറക്കല്ലേ മോനെ. 2-3 ആളൊക്കെ വന്നാൽ അരക്കൈ ഞാൻ നോക്കും. അതിനുള്ളതൊക്കെ ഉണ്ട്. ഇതൊന്ന് പിടിച്ചു നോക്കിയേ. അയ്യേ, പോരെ 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 പോരെ, കളരി പഠിച്ചേ പറ്റൂ. മുത്തശ്ശി കഴിക്കേ. മോൻ കഴി. അയ്യോ മുത്തശ്ശി കഴിക്കും. മുത്തശ്ശി നീ കഴിക്കടാ. മുത്തശ്ശി കഴിക്കേ. അതിനെന്താ മോൻ കഴി. അയ്യോ ഇതാ ഇത് കുറച്ചുകൂടെ എന്തോ നീ ഒഴിക്കട്ടെ. ചെറുക്കൻ കാണിക്കണേ. ദാ. നിനക്കല്ലേ വെച്ചിക്കുന്നു പറഞ്ഞേ. കഴിക്ക് നീ. എന്നെ കണ്ടിട്ടാ നിർത്തിയ. ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? മുത്തശ്ശി നിർബന്ധിച്ചിട്ടാ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എടാ, നീ ചോദിച്ചിട്ടില്ലേ തന്നത്? എന്തൊരു കള്ളനാ നീ. നീ നിന്റെ ഇഷ്ടത്തിന് കഴിച്ചു. വിശന്നിരുന്ന് ശരീരം ചുരുക്കണ്ട. അച്ഛൻ ക്ഷമിക്കണം. ഞാൻ ശരിക്കും കൺട്രോൾ ചെയ്തോളാം. ആഹാ, നീ അത് സീരിയസ് ആക്കിയോ? തെമ്മാടി. എടാ, പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും വാക്ക് പറയരുത്. ഇതുപോലെ ചമ്മണ്ടി വരും. ആഹാ, ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വല്ല ആനക്കാര്യമായിരിക്കുന്നു. ഒന്നുമില്ല. പക്ഷെ മനസ്സിനൊരു വിഷമം. അച്ഛനെ വിട്ടിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ ഒക്കെ ഒരു തോന്നൽ. മൂപ്പരുടെ ഒരു ചിരിയുണ്ട്. അതാ നമ്മളെ തളർത്തി കളയുന്നത്. നീ ഒരു തൊട്ടാവാടിയാ. നീ കാണിക്കുന്ന സീരിയസ്നെസ് ഒന്നും അച്ഛന് തോന്നി കാണൂല. 2 ചീത്ത പറഞ്ഞൊന്നും തോന്നില്ലായിരുന്നു. അതൊക്കെ എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? വല്ല വേണ്ടാതിനെ ഒപ്പിക്കാനാണോ? അല്ല, സേതുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അതങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. ടീച്ചർ അഭിപ്രായം എന്താ? ആലോചിക്ക്. അവസാനം കേശുവിനെ കെട്ടേണ്ടി വരും. എന്താ എനിക്ക് പറ്റില്ലേ? ഈ മൂപ്പരെ എനിക്ക് അറിഞ്ഞൂടെ? ഒരിക്കൽ എന്നെ ഒരാള് കാണാൻ വന്നു പറഞ്ഞ് ഈ സാറ് കാണിച്ച പരാക്രമമൊക്കെ അറിയാലോ കേശുവിന്. വീട്ടിൽ വരുന്നവരെ അപമാനിച്ചയക്കാൻ പറ്റുമോ? അവരെ അകത്ത് കയറ്റി ഇരുത്തിയത് സഹിച്ചില്ല. ഇവൾ അവരുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും. പെണ്ണല്ലേ ജാതി. ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വല്ല അവസരവും ഇവര് വെറുതെ കളയൂ. എന്തിനാ സേതോട്ട ഇല്ലാത്ത പറയണേ? ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല. അയ്യോ, നമ്മളെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഈ പരിഭവം പിണക്കവും ഒക്കെയാ പ്രേമത്തിന്റെ ഒരു രസം. അതിന്റെ ഇടയിൽ നമ്മളൊരു കട്ടുറുമ്പാവുന്നില്ല. പറ്റടിക്കറേ വരട്ടാ. നാളെ കാണാം. വാ ഇങ്ങോട്ടിരിക്കേ. ഞാനില്ല. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വാ, വീട്ടിലേക്ക് പോ. ഓ, വീട്ടിൽ വന്നാ പിന്നെ വലിയ കാര്യായി. കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടുമോ? 3 വശത്ത് കത്തിയായിട്ട് നിൽക്കല്ലേ അറക്കാൻ. നിന്റെ അച്ഛന്റെ വക സാരോപദേശം, മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത്, പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ. വരണുണ്ടെങ്കി വാ. ആ വന്നേക്കാം. അത്രയും ദൂരം ഒരുമിച്ച് സംസാരിക്കെങ്കിലും ചെയ്യാലോ. വായനശാല എല്ലാരും കാത്തിരിക്കുക. ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം മറന്നോ? ആ നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ചേച്ചി ഞാൻ കൊണ്ടിട്ടോളാം. നാശം. ഇന്ന് കട്ടുറുമ്പളുടെ ഘോഷയാത്രയാ. വേഗം ചെല്ല്. പോടാ. തുലയനെ രാമ, മാപ്പ് ചോദിക്കേണ്ടത് നീയല്ല. അതെപ്പോഴും വധുവിന്റെ ബന്ധുക്കളുടെ കടമയാണ്. രാമന്റെ കണ്ണുകൾ നിറയുന്നു. എന്തിനാ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു? ഭഗവാന്റെ കണ്ണി പൊടി പോയതുകൊണ്ട്. പോടാ അവിടുന്ന്. എന്റെ അമ്മ, ഞാൻ വായിക്കുന്ന അമ്മ ശ്രദ്ധിക്കുന്നില്ലേ? ഉണ്ട്. എന്റെ അമ്മേ, രാമൻ ജനകന്റെ വീട്ടിൽ വന്നല്ലോ. മൂപ്പരാകെ ഡെസ്പായിട്ടിരിക്കുകയാണല്ലോ. അതൊക്കെ എനിക്കറിയാം. ജനകരാജാവിന്റെ രാജ്ഞിയെ കണ്ടപ്പോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞ എന്തിനാണെന്നാ ഞാൻ ചോദിച്ചു. എന്റെ അമ്മേ, മൂപ്പര് വന്ന് കേറിയപ്പോ അവര് 2 ഡയലോഗ് പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചില്ലേ? മുള്ളു വെച്ചത് ഒരുതരം അമ്മായിയമ്മ കുശുമ്പ് പോലത്തെ. പാവം. രാമന്റെ അമ്മ എന്താ മസാജ് നടത്തിയത്? എന്റെ കൈ കഴിക്കണം. ഇങ്ങനെ കാണിച്ചാൽ എന്ത് സുഖം കിട്ടുമെന്നാ നീ പറയണേ? അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന അറിയാതെ തുറക്കുന്നത് നല്ല സുഖ. പിന്നെ കഷണ്ടി വരില്ല. ഞാൻ കൃഷ്ണമാവനെ കൂട്ടി ഇങ്ങനെ കഷണ്ടി തലേനായിട്ട് നടന്ന അത് മതിയെങ്കിൽ പിന്നെ വേണ്ട. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. രാമന്റെ കണ്ണുകൾ നിറയുന്നു. രാമൻ, അമ്മേ, അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരാണ് എന്നെ ആശ്വസിപ്പിക്കാനുള്ളത്? അവിടുത്തെ സ്നേഹം നിറഞ്ഞ മടിയിൽ തല ചായ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടുന്ന് സ്നേഹപൂർവ്വം
എന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ കയ്പ് വിഷം കുടിക്കാൻ എനിക്ക് ധൈര്യമുണ്ടാവും. എന്താ അമ്മേ? അമ്മതേ കരഞ്ഞു. ജനകൻ, സുനേനെ, നിന്റെ ദുഃഖം നീ കാണുന്നു, പക്ഷെ രാമന്റെ ദുഃഖം കാണുന്നില്ല. രാമൻ നിർദോഷിയാണ്. ഇതെന്തായാലും നാടകമോ? രാമായണം തിരക്കഥ. നിനക്ക് വായിച്ചൂടെ? ഇന്ന് രാമനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്. സേതു വായിച്ചാ കാണുന്ന പോലെയാ. നമുക്കൊരു ടി വി വാങ്ങണം. അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല. മോൻ ഉദ്യോഗം കിട്ടുമ്പോ ഒരെണ്ണം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കും. അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഒരു ടി വി വാങ്ങി അടുക്കളയെ വെക്കും. പിന്നെ അമ്മയ്ക്ക് കഞ്ഞി വെക്കുമ്പോഴും കറിക്ക് അരിയുമ്പോഴും ഒക്കെ കാണാമല്ലോ. ആരായത്? നമ്മുടെ സാറായി വരേണ്ട ആളാ. അഡ്വാൻസ് ആയിട്ട് ഒരു സല്യൂട്ട് ഇരിക്കും. കളിയാക്കല്ലേ സാറേ? കളിയാക്കൂ? എന്താടോ, അങ്ങനെ ആവില്ലെന്നാണോ? ഒരു ഇടി ഇടിച്ചു തന്നാലോട്ടല്ലോ. ആ, എന്താ പോന്നത്? അച്ഛനും എസ് ഐയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക. വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്താ വരണ്ട നിൽക്കുന്നേ? കണ്ടു പഠിച്ചോ. ചന്തയിൽ നിന്ന് 2 കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. കടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ ഗ്രഹനാഥൻ, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചു. മറ്റേത് വാങ്ങണ്ടേ? ഏത്? വാങ്ങിച്ചോളാ. പിള്ളേരല്ലേ. വിസ്കി മേടിക്കുന്ന കാര്യാ പറഞ്ഞതേ. ശമ്പളം കിട്ടിയ ആദ്യത്തെ ഞായറാഴ്ച ഒരു കൂടലുണ്ട്. ഏയ്, അവർക്കൊന്നുമല്ല, ഞാനും എന്റെ അളിയനും. പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടി ഒരു ചാപ്പാട്. അപ്പോ പറഞ്ഞു വന്നത്, നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് വരുമ്പോ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ മണ്ടത്തരമാണെന്ന്. അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, അവൻ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വണത്തെ പോലെ തലയ്ക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കരുത്. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരയം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഈ ഒഴിക്കങ്ങട് ഇച്ചിരി കൂടെ ഒഴിക്കണം. മതി 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 മതി. ഒരു തുടം കൂടി നടാ. ഇത്രയൊക്കെ മതി. നീ ഒഴിക്കിടത്തിൽ നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. മതി മതി, അത് മതി. ഓ, മൂത്ത കോഴിയാ. ഇനി മറ്റൊരു കാര്യം. ഈ സേതുവിന്റെയും ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? അങ്ങോട്ട് നടത്തിക്കൂടെ? നടത്തിക്കൂടെ അല്ലേ? പറ്റില്ല. അതെന്താ അച്ചു ഇപ്പൊ വാക്ക് മാറ്റണത്? വാക്ക് മാറ്റണമെങ്കിലേ അച്ഛനാടെ കഴുത്തങ്ങ് പോണം. സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം നടത്താം. അതിനു മുമ്പ് എന്തിനാടോ അവറ്റങ്ങളുടെ ശാപം മേടിക്കണേ? ദേവിക്ക് ജോലിയില്ലേ? അതുങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ അത് ധാരാളം മതി. അതെന്റെ കുടുംബത്തിൽ പറ്റില്ല. അച്ചി വേലയെടുത്ത് കൊണ്ടിരുന്ന കാശ് കൊണ്ട് നക്കാൻ. പിന്നെ അവനിവിടെ വരികയും പോവുകയും കൊണ്ട് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനാണല്ലേ. ഇയാൾക്ക് കള്ളു കുടിച്ചാ പിന്നെ നാക്കിനൊരു നിയന്ത്രണമില്ല. എന്നാലേ അവൻ എന്റെ മോനാ. അവൻ ഒരു ചറ്റത്തരവും കാണിക്കില്ല, അറിയോ?
അച്ഛനല്ലേ അറിയാം. പറയട്ടെ അച്ഛനോട്. അച്ചുവേ കൃഷ്ണ ഓടി വാടാ. നിക്കടവിടെ. എന്താ എന്താ ദേ ഇവ കട്ടു തിന്നും. എന്ത് ഒരു സാധനം. അത്രേ ഉള്ള അത്രയല്ല, ഉള്ള നേരത്തെ കൈ പിടിച്ച് കൊടുത്തില്ലെങ്കിലേ പെശക. അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ വായിക്കുന്നത്? ജനറൽ നോളേജാ. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അംബികയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെയാ ജീവിക്കുക? അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് പോന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണത്രേ. എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം. ആകം പിരിയാത്തോണ്ട് തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ച് എത്ര കാലം ചേട്ടൻ്റെ പോയി കഴിയും? തറവാട്ടുകാരെ നോക്കി കൊടുത്തതാ. എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവം. അച്ഛൻ വിഷമിക്കാതിരിക്കണം. രമണേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. പണിയെടുക്കാതെ 3 നേരവും വെട്ടിവിടുകാന്ന്. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തിയോട്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി. എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കുന്നേ ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണിയായി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം. അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയരെ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാർ പണം വാരുക. വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാൽ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ. അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? എന്താ ചങ്ങായിയെ കാണാൻ പോയതാ? അതെ, യേശുവിനെ കണ്ടിട്ട് കാര്യം ഉണ്ടായിരുന്നു. ഒരു നാരങ്ങാലോ എടുത്ത് ഉപ്പിട്ട്. ഐസില്ലേ? ഇല്ല. അച്ഛന്റെ ലൈൻ തന്നെ പഠിക്കല്ലേ? അതെന്താ? നിങ്ങള് പോലീസിൽ ചേർന്ന് നമ്മുടെ കേശവൻകുട്ടി പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ? അവര് സെലക്ട് ചെയ്താലേ കിട്ടൂ. നിങ്ങക്ക് കിട്ടൂന്നേ. മനസ്സ് നന്നായ എല്ലാം. നിന്നെ എവിടെയൊക്കെ തിരക്കി? എപ്പോ? 1 മണിക്കൂറായി. അംബികയും വന്നിട്ടുണ്ട്. 1 മാസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കൊടുക്കണോ? വേണ്ട, കുഞ്ഞാടിക്ക് അതൊന്ന് കുറിച്ചേക്ക്. ഒന്നുകൂടെ എടുക്കാം. വേണം. വേണ്ട. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കയറി ഉടനെ തിരക്കിറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ലൂട്ടി? ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ? നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ. ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ജോലി വേണ്ടെന്ന് വെച്ചെന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കണം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നതോ വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയും. നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. SSLCക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ. സന്തോഷ വർത്താനമുണ്ട്. എന്താ? ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഞാൻ കാണിക്കുന്ന മണ്ടത്തരാന്നും പറഞ്ഞു. ഇതേ സേതുവിന് ഇന്റർവ്യൂവിനുള്ള കള്ളാസ് വന്നിരിക്കുന്നു. അതാണോ കാര്യം? എന്താ കൃഷ്ണേട്ടന് സന്തോഷമില്ലാത്ത? എന്റെ അച്ചു നിന്നെക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞു വിവരം. ദേവി ഉച്ചയ്ക്ക് മുമ്പേ അറിഞ്ഞു. ഇവിടെ അതിന്റെ ആഘോഷവും കഴിഞ്ഞു. അത് ശരി. ദേവി നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തരാൻ പറ ഭാരതിയോട്. ഞാൻ പുറത്തായി. ആ തെമ്മാടി ഉണ്ടോ ഇവിടെ?
എത്ര നേരമായി? പോകാം. ഈ സേതുവേട്ടന്റെ കൂടെ തൊഴാൻ വന്ന ഒന്നിനും സമ്മതിക്കില്ല. എപ്പോഴും ധൃതിയാ. പിന്നെന്തിനാ പോകുന്നത്? ഇത്ര മാത്രം എന്താ പറയാനുള്ളത്? ഇഷ്ടമുള്ളത്. എന്തൊക്കെയാ പറഞ്ഞത്? കൊറേ പിറുപിറുക്കുന്ന കണ്ടു. മന്ത്രം ചൊല്ലിയതാ. ദേ തോന്നി മന്ത്രമൊന്നും ചൊല്ലാൻ പാടില്ല കേട്ടോ. പറ, എന്തൊക്കെയായിരുന്നു പെറ്റീഷൻസ്? ഇന്റർവ്യൂ എളുപ്പമാവണേ, വൈകാതെ സെലക്ഷൻ ലിസ്റ്റ് വരണേ. പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ പിച്ചും മാന്തവും ചെയ്യാണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോണേ. അത് ഞാൻ തന്നെ വിചാരിക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം, 9 മാസം 10 ദിവസം കഴിയുമ്പോ ഒരു കുട്ടി ചെയ്തു. അതത്ര പെട്ടെന്നൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ കാലതാമസം പാടില്ല. അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു. അങ്ങനെ 100 വർഷം കഴിയുമ്പം ഒരു കൗരവ പട. $200 മതിയാവില്ലല്ലേ? ധാരാളമായി. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എല്ലാം നല്ലോണം നോക്കിട്ടില്ലേ? അക്കാര്യത്തെ അച്ഛൻ പേടിക്കണ്ട. ഈ ശരീരം വെച്ചുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് 4th റാങ്ക് വാങ്ങിയില്ല ഞാൻ. ഇതിന് നമ്പർ 1 ആയില്ലെങ്കിലും നമ്പർ 2 എങ്കിലും. നമ്പർ 2 എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്പർ 2 കക്കൂസി പോടാ. നിനക്ക് വീട്ടിലങ്ങനെ ഇരിക്കാൻ പാടില്ലേ? ഇതിനെ പിന്നാലെ വന്നത്? ഞാൻ സേതുവിനെ യാത്രയാക്കാൻ. അച്ഛാവന്റെ ഒരു അളിയനല്ലേ ഞാൻ. അല്ല, അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പൊയ്ക്കോളാം. ഇതോ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. വേണ്ട അച്ഛാ. ഇതോ വെച്ചോ, എന്നാ പൊയ്ക്കോ, സമയം കളയണ്ട. ശരി. ഇത് നിന്റെ തന്ത സമ്പാദിച്ച മുതലൊന്നുമല്ല. വണ്ടി ഇവിടെ ഇടാൻ പാടില്ല സാർ. നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കടയിൽ വരണമെങ്കിൽ പിന്നെ തന്റെ നെഞ്ചത്തുണ്ടോ വണ്ടി? ഞാനെന്തിനായി പോലീസ് സ്റ്റേഷനെ പിടിച്ച് തള്ളിയത്? എന്റെ അനുവാദം കൂടെ എന്റെ വണ്ടിയുടെ ഹോൺ അടിച്ചേനാ. വണ്ടി എടുത്ത് മാറ്റ. എനിക്ക് ഈ കടയിലാ പോകേണ്ടത്. വണ്ടി എടുത്ത് മാറ്റാൻ മാറ്റാൻ മനസ്സിലെങ്കിലോ? രാജു സാരമില്ല. ഇനി വന്നേന്ന് സാറേ, ഇത് നമ്മുടെ MLA മോന രാജു. MLA മോനായാലും എന്താ പ്രത്യേക നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റേഷൻ വരാൻ പറ, അപ്പൊ കൊടുത്തുടാൻ വണ്ടി. താൻ ചെയ്ത് ഇത്തിരി കടന്ന കൈയായി പോയി. പോലീസ് കോൺസ്റ്റബിളിനെ പിടിച്ച് തള്ളിയതോ സാറേ? MLA മോനായോണ്ട് നിയമവും മര്യാദയൊന്നും വേണ്ടെന്നാണോ? താൻ എന്നെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കും. 6 മാസം കൂടെ ഉള്ളു. അതിനുമ്പ് തൊപ്പി തെപ്പിക്കോ താൻ. സാറിങ്ങനെ പേടിച്ച എങ്ങനെയാ? തനിക്കത് പറയാം. ഒറ്റ രാത്രി കൊണ്ടൊരു മന്ത്രിസഭ വിളിച്ചാണ് അയാള്. പിന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ. ഹലോ, അതെ അതെ സർ, SI ആണ് സർ. സാർ, ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിരപരാധിയാണ് സർ. അതെ സർ, ഹെഡ് കോൺസ്റ്റബിൾ നമ്പർ 2624 അച്യുതൻ നായർ. സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു പാവമാണ് സർ. 2 തവണ ഗുഡ് സർവീസ് എന്ത് വാങ്ങിയ ആളാണ്. അതെ സർ, ഞാൻ പറയാം സർ. താങ്ക് യു സർ. രക്ഷപ്പെട്ടു താൻ. വേഗം കാർ MLA വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനോട് മാപ്പ് പറ. ആണോ? പിന്നെ ആരാ? സമയം കളയാതെ വേഗം ചെല്ല്. എന്റെ പട്ടി പോവും. 25 വർഷമായി സാറേ കാക്കിടാൻ തുടങ്ങിയിട്ട്. എനിക്ക് കുപ്പായത്തോട് ബഹുമാനമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ. നിന്റെ അച്ഛൻ കാണിച്ച മണ്ടത്തരം. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം. ആ ചെക്കന്റെ അടുത്ത് നിന്ന് മാപ്പൊന്നു പറഞ്ഞാൽ എന്താ? തേഞ്ഞു പോകും. ആരുടെ മുമ്പിൽ തല കുനിക്കാൻ എന്റെ അച്ഛൻ ശീലിച്ചിട്ടില്ല. ശീലിക്കണ്ട, അനുഭവിച്ചോ. ഇനി എന്ത് അനുഭവിക്കാൻ രമണ? കൂടി വന്നാൽ ഈ ജോലി അങ്ങ് പോവായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിയാൻ എനിക്കും എന്റെ മക്കൾക്കും അറിയാം. നിങ്ങൾ എങ്ങനെ പറയുന്നതായിരിക്കും? വാശി ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. പോലീസ് ഡ്രൈവർ ആ വണ്ടി അവിടെ വീട്ടിലെത്തിച്ചത്. വാശിയായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കണമെന്നില്ല. കേസാക്കിയനെ. ഞാനൊന്ന് പോയി സംസാരിച്ചാലോ? പറഞ്ഞു തീരുന്നെങ്കിൽ തീരട്ടെ. എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞതാ ചേട്ടാ. അങ്ങനെ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ ചെറുക്കന്റെ കാല് പിടിക്കണം, അത്രേ ഉള്ളൂ. അതിന് അച്ഛൻ നായർ മരിച്ച് വേറെ ജനിക്കണം. പണി 9 കഴിഞ്ഞു. നേരം തെറ്റിയ അപ്പ വയറ് വെറുക്കും ഗ്യാസ്. എന്റെ വീട്ടിൽ വെച്ച് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ 8 മണിക്ക് അത്താഴം കഴിക്കും. സത്യം. ചോറ് കൊടുക്കണേ അവർക്കൊക്കെ. ലത എവിടെ? അവൾ അകത്തുണ്ട്. ഇതറിഞ്ഞ പിന്നെ പിള്ളേർ 2 ആകെ വിഷമിച്ചിരിക്കുക. എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്?
ഒന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെയൊക്കെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോഴേ അച്ഛന് വിഷമമുള്ളൂ. ആ MLA നാറി പറ്റിച്ചളഞ്ഞല്ലോ സാറേ. മെസ്സേജ് രാവിലെ എത്തി. തലവെട്ടാനൊന്നും അല്ലല്ലോ ഓർഡർ. ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സസ്പെൻഷനോ? ട്രാൻസ്ഫർ. ആർഡർ കൊണ്ട് മെസ്സഞ്ചർ വരികയാ ചെയ്തത്. ഏത് ദുനിയാവിലേക്കെങ്കിലും ആയിക്കട്ടെ, എവിടെയായാലും നമ്മൾ ജോലി ചെയ്യണം. ഈ സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ഞാനങ്ങ് ശബ്ദമൊന്നും എടുത്തിട്ടില്ല. പിള്ളേരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും നോക്കാനില്ലടോ. ഗുഡ് മോർണിംഗ് സാർ. ഇപ്പൊ തന്നെ റിലീവ് ചെയ്യാം അല്ലേ സാറേ? വിത്തിൻ 24 hours ജോയിൻ ചെയ്യണമെന്നാണ് ഓർഡർ. എന്തിനാ 24 മണിക്കൂർ? ഈ പറയുന്ന സ്ഥലം അമേരിക്ക ഒന്നും അല്ലല്ലോ. ഒരു വഴിയുണ്ട് അച്ഛനേരെ. താനൊരു മെഡിക്കൽ ലീവിങ് എഴുതുക. ഇന്നലത്തെ ഡേറ്റ് ഇട്ട് ഒരാഴ്ച സമയം കിട്ടിയ നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് പറയിപ്പിക്കുവോ? MLA തന്നെ നേരിട്ട് കണ്ട് പറയോ? എന്തെങ്കിലും ചെയ്യാം. സാറാ റിലീവിങ് ഓർഡർ എഴുതാൻ വിത്തിൻ 6 hours ഞാൻ ജോയിൻ ചെയ്യാം. രാമപുരം, നിങ്ങൾക്കറിയില്ല ആ സ്ഥലം. ഇത്രയും ക്രിമിനൽസും കേസും ഉള്ള ഒരു സ്റ്റേഷൻ. ASI എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെ ആയിരുന്നു. വെള്ളം കുടിച്ചു എന്റെ അച്ഛൻ നേരെ. താൻ വെറുതെ അങ്ങോട്ടും പോണ്ട. അവിടെയുള്ള പോലീസുകാരൻ നമ്മളെ പോലെ അല്ലേ സാറേ? അതല്ല ആരെങ്കിലും തല്ലി കൊല്ലുന്ന അങ്ങോട്ട് കൊല്ലട്ടെ, ആക്കിയിട്ടുകൊണ്ട് ചാകാവല്ലോ. തലയിരിക്കുമ്പോ വാലാടണ്ട. ഫോൺ എടുക്കാൻ ഞാനിവിടെ ജീവനോട് ഇരിപ്പുണ്ട് കേട്ടോ. ഹലോ ഹലോ. അതെ. ആരും മരിച്ചില്ലല്ലോ? അത് ശരി. നിങ്ങളുടെ പേരെന്താ? ഹലോ ഹലോ. സ്വന്തം പേര് പറയാൻ പേരുണ്ട് ഇവനൊക്കെ പിന്നെ വിളിച്ചു പറയാൻ നിൽക്കുന്നത് എന്താ? ചന്തയിൽ അടി നടക്കുന്നെന്ന്. അതിന് പോലീസ് എന്ത് ചെയ്യും? തല്ലാണല്ലോ, തല്ലി തന്നെ തീരണം. ഏത് ഗ്രൂപ്പാ? കീരിയോ പാമ്പോ ആർക്കറിയാം. ഒരുത്തരെങ്കിലും ചത്തങ്ങി അത്രയും ശല്യം തീർന്നു. ഒരു കാര്യം മറക്കാം, ചത്താൽ 5 മണിക്ക് മുമ്പായിട്ട് ആസ്പത്രിയിൽ എത്തിച്ചേക്കണം. അല്ലാതെ രാത്രി ശവത്തിന് കാവലിക്കാൻ എന്നെ കിട്ടൂല. കാവലെന്ന് പറഞ്ഞ് താൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടെ? നമസ്കാരം സാർ. എന്തു വേണം? പണിഷ്മെന്റ് ആണല്ലേ? അതെ. SI അദ്ദേഹം സ്ഥലത്തില്ലേ? SI അദ്ദേഹം തന്നെ വേണമെന്നുണ്ടോ? ജോയിൻ ചെയ്താ പോരെ? അതിന് SI അദ്ദേഹം മതി. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. SI ആശുപത്രിയിലാ. എന്ത് പറ്റി? ആരോ തല്ലിയതാ. ഇരുട്ടടിയാ. രാത്രി ഒറ്റയ്ക്ക് മോട്ടോർ സൈക്കിളിൽ പോയതാ. പേടിക്കൊന്നും വേണ്ട. തഞ്ചത്തിൽ നിന്നാ ഒരു കുഴപ്പമില്ല. കീരിക്കാടൻ ജോസെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാവകാശം എല്ലാവരും പരിചയപ്പെടാം. ജോയിൻ റിപ്പോർട്ട് എഴുതി തന്നിട്ട് ഒപ്പിട്ടോ. അമിതേ, ആ റേഷൻ കൂട്ടെടുത്ത്. ജോസിന്റെ പടമൊട്ടിക്കാൻ സമ്മതിക്കില്ല. മൂപ്പര് നേരിട്ടൊന്ന് കീറിക്കളിയും. 2-3 കൊലക്കേസിൽ ശിക്ഷിച്ചിട്ടുള്ളതാ. നല്ല കാശുകാരും അന്തസ്സുള്ള കുടുംബക്കാരുമാ. കുടിക്കേ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാ. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്ന് അവരുടെ ശവത്തിന് രാവിലെ ഇരിക്കാൻ പോകേണ്ടി വരും. നമ്മളെ ജോലിയല്ലേ. നേരെ ഒരുപാടായി, ഞാൻ പോട്ടെ. എടാ നജീബേ, ആ തെക്കേ വീട്ടിലെ താക്കോലും കെട്ടിട്. പറയുമ്പം എല്ലാം പറയണല്ലോ. ഞാൻ ഇവിടെ വന്ന ശേഷം 10 കാശുണ്ടാക്കാൻ തുടങ്ങിയായി. പെൻഷനായാലും ജീവിച്ചു പോകണല്ലോ. എങ്ങനെയാ, നമ്മൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? പഠിക്കുന്നില്ലേ?
വടം കമത്തി അതിന്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ഉണ്ണാനും ഉറങ്ങാനെങ്കിലും നേരമുണ്ട്. അവൻ അതുമില്ല. 24 hours ഡ്യൂട്ടി അല്ലേ? കവല നിരക്കം പോട്ടെ. പായറെണ്ണം കൊണ്ടേക്കോളി. വേണ്ട. പരിചയമില്ലാത്ത സ്ഥലല്ലേ, നജീബ് കൂട്ടിനൊന്ന് കിടന്നോളൂ. അങ്ങേർക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്ത മാതിരി. നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തിനാ? നമുക്ക് വാടക കിട്ടാ പോരെ. സാർ, ഞാൻ അച്ചു വന്നേരെ. ആ, ഇന്നലെ വന്നു അല്ലേ? ആ, AC പറഞ്ഞു. ഇരിക്കും. വേണ്ട സാർ, ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. ആ, ഞാൻ രാവിലെ ഡിസ്ചാർജ് ആയി പോന്നു. ചെറിയ പരിക്കേ ഉള്ളൂ. ആരാണെന്ന് മനസ്സിലായില്ലേ സാർ? രാത്രിയല്ലേ, പെട്ടെന്നായിരുന്നു ആക്രമണം. ഞാൻ വീണുടനെ അവർ ഓടിപ്പോയി. സാരമില്ല, പേടിപ്പിക്കാൻ ചെയ്തായിരിക്കും. ഇതൊന്നും കണ്ട അച്യുതനാര് പേടിക്കണ്ട. ഞാൻ വന്നത് 2 ദിവസം ലീവ് വേണം. ഒരു വീട് ഇട്ടിട്ടുണ്ട്, ഫാമിലിയെ കൊണ്ടുവരണം. എന്താ അച്ഛാ ഇത്? അച്ഛൻ ട്രാൻസ്ഫറാ. പെട്ടെന്ന്? അതൊക്കെ പറയാം. ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. ബോർഡിനെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നു. അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാതെ? ഭാവിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ടൊരു വിലയില്ലല്ലോ. ആരായിരുന്നാലും എന്റെ മോൻ തന്നെയല്ലേ. അമ്മയ്ക്ക് സന്തോഷായി. പെട്ടെന്നുള്ള ഈ മാറ്റം അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. എനിക്കും വിഷമമില്ലാണ്ടല്ല, പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ രമണനും രമേശനും സാധനങ്ങളായിട്ട് ഇന്ന് പോകും. നാളെ പോണം. രാമപുരം അത്ര ദൂരെയൊന്നും അല്ലല്ലോ. എനിക്ക് എപ്പോ വേണേലും ഇവിടെ വന്നൂടെ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ വരും, തീർച്ച. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കെന്തോ ആശ്വസിക്കാൻ പറ്റണില്ല. അയ്യേ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? മുത്തശ്ശി വരുന്നു. കണ്ണുമോ തുടയ്ക്കാൻ. എന്തോ ഇടയ്ക്ക് മുത്തശ്ശി കാണാൻ വരുമോ? പിന്നെ കുറച്ചാള് കഴിയുമ്പോ ഞങ്ങൾ വന്ന് മുത്തശ്ശി അങ്ങ് കൊണ്ടുപോയില്ലേ, അല്ലേ ദേവി? ഞാൻ വരും. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അതും കൂടെ ഒന്ന് കാണണം. നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മുത്തശ്ശി ചാവുള്ളൂ. തടി സൂക്ഷിച്ചോളണം. എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് തിന്നണം. അവിടെ നല്ല കളരിയാശാന്മാരുണ്ടെങ്കിൽ ശിക്ഷപ്പെടണം. അവൻ തുടങ്ങി ധൃതി. വാ. ഭാരതി, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണേ. അത് പിന്നെ പറയണം. എന്റെ അമ്മോ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛൻ ഇനി കൂടി വന്നാൽ 4 കൊല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടല്ലേ പോരേണ്ടത്? സ്ഥലം മാറി പോകുമ്പോഴൊക്കെ ഇവിടെ പതിവായത്. 2 ദിവസം കഴിഞ്ഞാൽ തീർന്നു. ആ, കയറി. അപ്പൊ ഞങ്ങൾ പുറപ്പെടുന്നു എല്ലാവരോടും കൂടെ. ആ, വരട്ടെ. ഇവരുടെ ഒക്കെ ഒരു പാട് കണ്ടാല് ഇതെന്താ നാട് വിട്ടു പോവുക? ആ കൃഷ്ണേട്ടാ, പോസ്റ്റ് ഓഫീസിലെ ചേഞ്ച് ഓഫ് അഡ്രസിന്റെ കാര്യം പറയാൻ മറക്കണ്ട. നേരെ വൈകിണ്ട, പോവാൻ നോക്കാം. അതൊക്കെ ഞാനേ. അപ്പോ ആ, എന്താ പുറത്തിങ്ങനെ ലാത്തണ്? ചൂടേ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തിരി കൂടുതലാ. മഴക്കാറുള്ളോണ്ടാ. മഴ എടുത്തിട്ടുണ്ടേ. അകത്തേക്ക് ഇരിക്കാം. ആ, അല്ല വീട്ടുകാരത്തേക്ക് എങ്ങനെ? നമ്മളെ വീടൊക്കെ പിടിച്ചോ? വീട്ടുകാരത്തെ അങ്ങോട്ട്. അമിത പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നിൽ നിൽക്കുന്ന 3ാമത്തോളാ. ഇവനാ ഏറ്റവും ഇളയത്. ആ, ഇത് 2ാമത്തവൻ. ഇനി ഇവന്റെ മൂത്ത ഒരു പെണ്ണുണ്ട്. പേരെന്താ? സേതു. ഞാൻ വെറുതെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പോയതാ. മഴയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, പോയി കിട്ടി.
അളിയോ, നിങ്ങളുടെ വീട് വാടകയ്ക്കെടുത്ത പാട്ടുകൾ കൊള്ളാലോ. 2 നല്ല പീസുകളുണ്ടല്ലോ. അളിയോ ആർക്കും പറയാതിരിക്കുകയാണല്ലേ. എടാ സുരേഷ്, അത് നീ അങ്ങനെ ഒറ്റയ്ക്ക് സൂക്ഷിക്കാന്ന് വിചാരിക്കണ്ട. ഒരു പാവാട കാര്യമുണ്ട്, നല്ല രസ്യം വിത്ത. ഞാനൊരു നമ്പർ ഇട്ടപ്പോ അവളും തിരിച്ചൊരു നമ്പർ ഇട്ടു. അതിന്റെ മൂത്ത ഒരെണ്ണമുണ്ട്, അത് നല്ല അലുവയാ. വേറെ ഉണ്ടോടാ? ആ വേറെ ഉണ്ട്. ഓ, ഏതായാലും ഇളയതിനെ ഞാൻ ബുക്ക് ചെയ്തിരിക്കാം. നീ ഇവിടെ കൊണ്ടാക്കിക്കരുത്. ഇനിയുള്ള ഏത് സൈസാന്നാ പറഞ്ഞ? പൊടിയാ? ഈ സൈസാ. നോട്ടുണ്ടോ? ഏത് സൈസ്? ഈ പൊക്കോ ഈ വണ്ണോ ഒക്കെ ഉണ്ട്. ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ. ഒരു നമ്പർ ഇട്ട് നോക്കാം. സേതു, ഇവൻ ചുമ്മാ വളവളാന്ന് പറയണ. എടാ മാറി, ഇത് അവരുടെ ചേട്ടനാ സേതു. സീരിയസ് ആയിട്ട് എടുക്കരുത്, ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ ASI ഗോപാലകൃഷ്ണൻ സാറിന്റെ മകനാ സുരേഷ്. സോറി കേട്ടോ, വെരി സോറി. ഈശ്വര, എന്ത് പറ്റിയെന്ന് നോക്കും. ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? വീട്ടിലെന്റെ സിസ്റ്റേഴ്സിനെ കൂടാതെ അമ്മയുണ്ട്. അയ്യോ അതല്ല, നമ്പറും അഭ്യാസവും ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ. അയ്യോ സോറി കേട്ടോ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട. എന്താ പേരെന്ന് പറഞ്ഞ? സുരേഷ്. ഫ്രണ്ട്ലി ആട്ടോ. കുഴപ്പമില്ല. ഈ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യാൻ പറ്റില്ല. പൊന്നും വില കൊടുത്താ കടപ്പുറത്ത് മീൻ കൊണ്ടിരുന്നു. ഇപ്പതേ ഡീസൽ അടിച്ച കാശ് നഷ്ടം. കീരിക്കാരനെ താങ്ങി നടന്നവരല്ലേ ഇപ്പൊ പഠിച്ചോ? ഈ ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടോ? അതും അവൻ പറയുന്ന കാശിന് ചൊരിച്ചിട്ട് കൊടുക്കണില്ലേ? ഇവിടെ മാത്രമല്ല മീൻ ചന്ത, ഒരു 5 കിലോമീറ്റർ ഓടി പറയണ കാശ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കും. പണ്ടവും കൂടുതലും റോഡിൽ കിടക്കും, വണ്ടിക്ക് തീയും വെക്കും. അനുഭവിക്കടാ. പട്ടാപ്പകൽ അസനക്കായി നടുറോഡിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്ക് വല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഹൈദ്രോസ് പറഞ്ഞത് സത്യമാണ്. ആഴ്ചയിൽ 10-100 രൂപ കൊടുത്താലും ഹസനുണ്ടായിരുന്നപ്പോ സുഖമായിരുന്നു. ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ ജോസിനോട് നേർക്കൊന്നും മിണ്ടാൻ ആരാ ഉള്ളത്? നമ്മൾ വിചാരിച്ചാലും നടക്കും. ഇവനധികം ആയുസില്ല പോരുതേ. നീ കണ്ടോ, അവനെ വെട്ടി തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാനല്ല. നിങ്ങൾക്കറിയോ? ചേട്ടാ, നല്ല ഒന്നാന്തരം പോത്ത് ഇങ്ങോട്ട് വന്നാട്ടെ. എത്ര കിലോ വേണമെന്ന് പറയാം. ചേട്ടോ, ആ ചേട്ടനെ ഞാൻ അറിയുന്നാണല്ലോ. അങ്ങോട്ട് പോലെ അവന്മാര് പറ്റിക്കും. ചേട്ടൻ നല്ല പിന്നെ അങ്ങനെ എത്രയാ വേണ്ടത്? നല്ല ഇറച്ചിയാണോ? ഇവിടുന്ന് വാങ്ങിക്കണോ? വാതോരൂല പുതിയടാ. ചേട്ടാ, അത് സൂക്കേട് വന്ന് ചത്ത പോത്താ. ഇങ്ങോട്ട് വന്നേ. ദേ നല്ല ഒന്നാന്തരം ഇറച്ചി. ഇങ്ങോട്ട് വന്നേ. എത്ര കിലോ വേണം? ഇങ്ങോട്ട് വാ. ഇവിടെ ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. ഏത് പറ്റത്തുന്ന? ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോണ വേണമെങ്കിൽ. തമ്പിച്ചായ, അയാൾ എന്റെ കടയിൽ നിന്ന് വാങ്ങാൻ വന്ന ആളാ. കീരിക്കാടൻ ജോസേട്ടന്റെ കടയാണിത്. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ നീ നിറച്ച് തിന്നില്ല. വിടറ അയാളെ. എന്താടാ, കീരിക്കാരന് മാത്രം ഇവിടെ ജീവിച്ചാ മതിയാ? നാക്കധികം ആടരുത്. കളക്ഷൻ എടുക്കണ. എത്രയുണ്ട്? 1500. എന്താടാ വീട്ടിൽ തരാൻ താമസം? ബാക്കി കാശ് വീട്ടിലെത്തിച്ചോണം. എടാ പട്ടികളെ, നിലയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാറ്റിനെയും വെട്ടി പോത്തിറച്ചിന്റെ കൂടെ വിൽക്കും. ഓർത്തോ? മാറിക്കളാ. ഒരടി ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. എവിടെ ധൈര്യം ഇല്ലെന്നേ ഒരുത്തനും. വെറുതെ വളവളെന്ന് വല്ലതും പറയാനില്ലാതെ ഹൈദോസിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ലൊരു അടി കണ്ടിട്ട് കാലം എത്രയായി? 2 കൊല്ലം മുമ്പ് കീരിക്കാട് ജോസേട്ടനും മിന്നൽ രാമകൃഷ്ണനും തമ്മിൽ ഒരു അടി കടന്ന് കണ്ടതാ. മിന്നൽ രാമും ചട്ടമ്പിയാണോ? മുമ്പുണ്ടായിരുന്ന SI നല്ല ബോഡിയാ.
ഇവിടുത്തെ ചട്ടമ്പിൾ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാ. സിനിമയിൽ കാണുന്ന പോലെ ആയിരുന്നു അടി. മെയിൻ റോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പ് വരെ ഡുഷൻ നിന്ന് പെരുക്കുകയായിരുന്നു. മിന്നൽ രാമു സാറ് തവിടി പൊടിയായി പോയി. പിന്നെ ഇവിടെ നേരെ കോട്ടയ്ക്കൽ ഒഴിച്ചിലിന് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല, ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. അത്ര ഭയങ്കരനാണ് ഈ ജോസ്. ആണോന്ന് ഒരു ദിവസം നിന്നെ കാണിച്ചു തരാം. കയ്യും കാലും ഒക്കെ ഇരുമ്പാ. അത് പിന്നെ എന്താ തീറ്റ? രാവിലെ അറക്കണ ആടിന്റെ ചോര ചൂടോടെ കുടിച്ചിട്ട് വീട് വരെ ഓടും. 3 കിലോമീറ്റർ ഉണ്ട്. പിന്നെ വഴി കാണുന്ന കരിങ്കുരങ്ങ്, മുള്ളം പന്നി, തേവാങ്ങ്, ഇതൊക്കെ അല്ലേ തീറ്റ. കറുത്ത പൂച്ച കിട്ടിയ വിടത്തില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛനുമായിട്ട് നല്ല അടുപ്പാ. അച്ഛന്റെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങള് തിരുവനന്തപുരത്ത് പോയി ശരിയാക്കിയത് പുള്ളിയാ. രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധ. ആരെങ്കിലും ഒക്കെ തല്ലാനും കൊല്ലാനും പുള്ളിയും ഗ്യാങ്ങിനെ അയക്കുക. കേട്ടിട്ട് ആകപ്പാടെ ഒരു ഞങ്ങൾക്കൊക്കെ ശീലായി. ഇടഞ്ഞാലേ ഉള്ളൂ കേട്ടോ കുഴപ്പം. കുഴപ്പമെന്ന് വെച്ചാ കഥ കഴിഞ്ഞെന്ന് കരുതിയാൽ മതി. അവന്റെ ബോംബെയിൽ വെച്ച് മറ്റേ ജേക്കബില്ലേ, അയാൾ ജോസേട്ടന്റെ പിറകെന്ന് വെട്ടിയിട്ടാ നാട് വിട്ടത്. പിന്നെ അറിയണത് അവൻ മരിച്ചു എന്ന്. എനിക്ക് തോന്നുന്നത് ജോസേട്ടൻ തന്നെ ഇതും ചെയ്തതെന്ന്. ശരിയാ. അത് മാത്രമല്ല, വേറൊരു ദിവസം മതി. കേട്ടിട്ട് എന്റെ തല ചെകിടിക്കുന്നു. അള്ളം പണം കരഞ്ഞത് നടത്തിയ കഴിവാണ് മോൻ. എല്ലാത്തിനും കൂട്ടുന്നത് എന്നെ ഇപ്പൊ വേണ്ടതായി. ജോസിന്റെ വാലാട്ടിയോട് ചോദിച്ചാൽ 100 1000 കൊടുക്കും. തന്റെ വായി പണം തിരിയിട്ടുണ്ടോ? ഒരു 100 രൂപ വെച്ചാൽ താൻ തരില്ലല്ലേ? ഈ ഹൈദ്രോസിന് അറിയാല, തന്റെ കൈ ഞാൻ വെട്ടിയില്ലെങ്കിൽ ഈ ഹൈദ്രോസ് ഉസ്മാന്റെ മോനല്ല. പൂജപ്പുറ സെൻട്രൽ ജയിലെ ഓക്രികൾക്കുള്ളതാ. കണക്ക് തെറ്റിച്ചിലോട്ട് ഹൈദ്രോസേ. നീ നിന്റെ പാട്ടിന് പോ. ഇതൊരു മാരണമായല്ലോ. ഇതേ കത്തി വേണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ റോഡിലറിയും. ആ കുഞ്ഞവിടെ നില്ലെന്ന്. ഇതൊക്കെ അവന്റെ ജാടയല്ലയോ. ഉർമീസേ, ആ ജോസിന്റെ ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയണം. കീരിക്കാരൻ ജോസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാ. അതൊക്കെ മനസ്സിലിരിക്കട്ടെ. ഒരു ദിവസം ജോസിന്റെ പണ്ടാം കുത്തി ചോർത്തിയില്ലെങ്കിൽ ഈ ഹൈദ്രോസ് അങ്ങാടി ജീവിക്കില്ല. എടാ, നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തു എന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞകണ്ട. കുഞ്ഞിനെന്താ വേണ്ടേ? അരച്ചാക്കരി. അരച്ചാക്ക അരിയാണെന്ന് കൊടുത്തേക്ക്. നീ ആവാ പുതിയ താമസക്കാരനാ. ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ മോന. സേതു എന്നാ പേര്. ഓ, പോലീസുകാരനാ. ഒരു 10 രൂപ കൊടുക്കല്ലേ. താന് ചുമ്മാ മാറി. ഇനി കാണണം. താൻ ചെവിന്ന് വിളിക്കോ. തന്നെ ഈ റോട്ടിലിട്ട് പന്ത് തട്ടവരെ തട്ടിയില്ലെങ്കിൽ താൻ വായിക്കാം. എന്റെ ഈശ്വര, മനസ്സുറപ്പിച്ച് എങ്ങനെ ജീവിക്കും ഇവിടെ? പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ? പോലീസുകാർക്കൊക്കെ കൈ നിറച്ച് കിട്ടുന്നുണ്ട്. നീ പറയട്ടെ. കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലും വലിയ കാര്യം അതല്ല. കാര്യം വിട്. നമുക്ക് കുടുംബമായിട്ട് ഇവിടെ കഴിഞ്ഞു കൂടിപ്പോണ്ടേ. എന്റെ അമ്മേ, ദേ ഇത്രയും വരുന്ന ഒരു കത്തി കയ്യിൽ വെച്ചാ കളി. അത് വെച്ചൊരു താങ്ങിയ കാര്യം കഴിഞ്ഞില്ലേ? പോലീസ് ആയാലും പട്ടാളമായാലും കത്തി കയറിയ ചാവും. ഇതൊക്കെ കാണുമ്പോ വേറെ വല്ല ജോലിക്കും പോണതാ നല്ലതെന്ന് തോന്നി. നമ്മളൊക്കെ ആണുങ്ങളല്ലേ സേതു. പോലീസിലൊരു കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറും. പിന്നെ ഒരു ആന മതിച്ചു വന്നാലും ഒറ്റയടിക്ക് താഴെയിടാൻ തോന്നും. അല്ലേ? പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്ന പോലീസുകാർ തന്നെയല്ലേ ഇവിടെ. എന്നിട്ട് ഈ മതിച്ച് നടക്കണേറ്റുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റണില്ലല്ലോ. എന്റെ പൊന്നു പെങ്ങളെ, ജീവന് പേടില്ലാത്ത പോലെ ആരാ ഉള്ളത്? പെങ്ങൾക്ക് ഇവിടുത്തെ കഥ വല്ലതും അറിയോ? ഇപ്പൊ ഈ കത്തി കാട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞില്ല ഹൈദ്രോസ്. ഇവന്റെ ഒക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ, ഹസൻ. അവനാണ് ഇവിടെ ഈ മാർക്കറ്റ് ഭരിച്ചിരുന്നത്. തനി കാട്ടുപോത്ത്. അവനെ കൊന്നത് ഈ കീരിക്കാട് ജോസാണ്. വെട്ടി 10-12 കഷ്ടാക്കിയിട്ടല്ല ഇട്ടത്. അതും പട്ടാപ്പകൽ. അയ്യോ, എന്നിട്ട് കേസൊന്നും ഉണ്ടായില്ലേ? പിന്നെ കേസില്ലാണ്ട, പക്ഷെ തള്ളിപ്പോയി. ഒരാളും ജോസിനെതിരായിട്ട് സാക്ഷി പറയില്ല. പറഞ്ഞാ പിന്നെ ഇവിടെ ജീവിക്കണ്ടേ? പറയുന്ന സംശയം തോന്നിയ ഒരാളെ പിടിച്ചു കൂട്ടിക്കൊണ്ടേ തല്ലി ചാച്ച് ചപ്പിലേക്കായി. പിന്നെ 5-6 മാസം കിടന്ന് നീര് വാങ്ങിട്ടാ ചത്തത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ജോസ്. 8-10 കൊലക്കേസിലെ പ്രതിയാ. ശിക്ഷിച്ചതോ വെറും 3 കേസിൽ. ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയാ പിറ്റേന്ന് അവന്റെ ശവം ഉറപ്പാ. തിരുവനന്തപുരത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ പിടിപാടുള്ള ആളാണ്. പിന്നെ ഈ പാവപ്പെട്ട പോലീസുകാർ ഞങ്ങൾ എന്ത് ചെയ്യാന്നാ പറയുന്നത്? എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു. ഈ ആളെ എനിക്കൊന്ന് കാണണമല്ലോ. എന്തിനാ? അല്ല, വെറുതെ ഒന്ന് കാണാൻ. ഇങ്ങോട്ട് മാറിക്കണം.
ചൊട്ട് മലയാളം പഴംപിരിക്കും അല്ലേ? ആരെന്തായി പറഞ്ഞു? വിട്ടില്ലെങ്കിൽ അച്ഛനാരെ പോയി പിടിച്ചോണ്ട് പോണ വഴി. എല്ലാവരും വണ്ടി കയറ. നീ കയറ ഹമീദ്. ഞാനാ പറഞ്ഞ പോണ്ടാ പോ. എന്നെ വിടെ ഇനിയും റെസ്റ്റ്ലെസ് ആകുകയാണെങ്കിൽ ഒരു ആംപ്യൂൾ കൂടെ കൊടുത്തേക്കും. ഇതുവരെ യൂറിൻ പോയില്ലല്ലോ. ഓ സാരമില്ല, കോമ്പൗണ്ട് അല്ല.
ഡോക്ടർ എങ്ങനെയാണ് അവസ്ഥ? പരമേശ്വരന് ബോൺ ഫ്രാക്ചർ ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ജോസ് ഈസ് വെരി സീരിയസ്. ഹെഡ് ഇഞ്ചുറിയാണ്. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. എവിടെ കൊണ്ടുപോയാലും ഹെഡ് ഇഞ്ചുറിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഹീസ് എ ക്രിമിനൽ, ഇസ് ഇറ്റ്? നൊട്ടോറിയസ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അയാളുടെ മരണമാണ്. ഞാൻ പോലും. ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. നാട്ടിലൊക്കെ മരിച്ചു എന്ന അറിവ്. അതവിടെ ആളുകൾ ആഘോഷിക്കുകയാണ്. അച്ഛനെന്ന് ഭ്രാന്തായി അതെന്നെ ഞാനും പറഞ്ഞ കുർത്തം കെട്ടാതെ നീ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. നീ ആ ചട്ടമ്പികളുടെ കൂടെ ചേരാൻ പോവാണോ? ഞങ്ങളൊരു രസത്തിന് വെറുതെ ചാവാൻ നോക്കണ്ട. ജോസി എത്തിട്ടില്ല. അവൻ തിരിച്ചു വന്നാണ്ടല്ലോ കോഴി ഇറക്കണ പോലെ ഇറക്കും. തിരിച്ചു വന്നാലല്ലേ പിന്നെ കഴുത്ത് ഞങ്ങൾ നീട്ടി കൊടുക്കുകയും വേണം. എന്റെ ഗോപാല സാറേ, സേതു ഞങ്ങളുടെ ഫ്രണ്ടാ. സേതുവിന്റെ പേര് കേട്ടാലും ജോസ് കിടുകിട്ട പറയും. എന്നിട്ട് സേതു ഇവിടെ ജോസ് വീഴുന്നതിന് മുമ്പ് അച്ഛനും അറിയില്ല മോനും അറിയില്ല അതാണ് ജോസ്. ജോസാണെന്ന് അറിഞ്ഞ ആ നിമിഷം മുങ്ങിയ ചക്കൻ ഇനി തിരിച്ചു വന്നാ പറയാൻ വന്നു. രമണൻ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ദേവി കിടന്ന് കരച്ചിലോട് കരച്ചിൽ. ഇനിയിപ്പൊ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? അവിടെ ആവുമ്പോ പെട്ടെന്നാരും അന്വേഷിച്ചെത്തില്ലല്ലോ. ഏയ് അങ്ങോട്ടൊന്നും ആവും പോവില്ല. നമുക്ക് ഒരു നല്ല വക്കീലിനെ കണ്ടെന്ന് ആലോചിച്ചാലോ? ഇനിയിപ്പൊ ആരെ കണ്ടിട്ട് എന്താ പ്രയോജനം? എല്ലാം പോയില്ലേ. ഛേ, നീ അമ്മൂനേക്കാൾ കഷ്ടമായാലും എങ്ങനെയാ അച്ചു? നീയല്ലേ ആ പിള്ളേർക്കും അമ്മൂനൊക്കെ ധൈര്യം കൊടുക്കേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പറ. അയാളെ മരിച്ചുപോയാൽ എന്റെ മോൻ കൊലക്കേസ് പ്രതിയാ. യൂണിഫോം ഇട്ട് കാണാൻ കൊതിച്ച. ഇക്കാലത്ത് കൈ കാശുണ്ടേ കൊലക്കേസൊക്കെ വെറും പെറ്റി കേസാണ്. ഈ ജോസ് തന്നെ 8-9 പേരെ കൊന്നിട്ടുള്ളവനല്ലേ. ശിക്ഷിച്ച എത്രയാ? അത്രേ ഉള്ളൂ. പോലീസ് ജീപ്പാ. സേതൂടെ എത്തിയിട്ടില്ല. എത്തിയ ആ നിമിഷം ഞാൻ സാറിന് മുമ്പിൽ അകരാക്കും. നമുക്ക് സംസാരിക്കാം. നമസ്കാരം. മനസ്സിലായില്ല? ഞാൻ സേതുവിന്റെ അമ്മാവനാ. കൃഷ്ണൻ നായരെന്നാ പേര്. എന്റെ മോൻ പാവമാണ് സാറ്. ഒരെറുമ്പിനെ പോലും അവൻ ഉപദ്രവിക്കില്ല. അവനെ രക്ഷിക്കണം. നമ്മുടെ മോനാണെങ്കിൽ അവൻ കുറ്റം ചെയ്തവനാ. അറിവില്ലാതെ മകനെ രക്ഷിക്കണമെന്നൊരു അമ്മ ആവശ്യപ്പെടുന്നത് അറിവില്ലായ്മയാണോ ചോദിക്കുന്നത്? ഞാനൊരു പോലീസുകാരനായി പോയില്ലേ സാറേ. എന്ന് വെച്ചാൽ നമ്മൾ അത് മാത്രമല്ലല്ലോ. അമ്മയുടെ മകനൊരു അബദ്ധം പറ്റിയാണെന്ന് എനിക്കറിയാം. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം. പോരെ, സമാധാനമായിട്ട് പോയിക്കോളൂ. ഞാൻ സംസാരിക്കാം. ചെന്നാൽ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോണം. യേശു അപ്പുറത്തേക്ക് പോ. നിങ്ങളും പോണം. അല്ല ഞാൻ മനസ്സിലായില്ലേ? മനസ്സിലായി. പോണം. അവിടെ ചെന്ന് മറന്നു നിൽക്കണ്ട. മനസ്സിലായില്ലേ? ആ അച്യുതനായരെ, നമ്മൾ പലർക്കു വേണ്ടിയും പലതും ചെയ്തിട്ടുണ്ട്. കാണാത്തതിനെ കണ്ടുവെന്നും കണ്ടതിനെ കണ്ടില്ല എന്നും നടിച്ചിട്ടുണ്ട്. എല്ലാം മറ്റാർക്കോ വേണ്ടി. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ കണ്ടില്ല എന്നടിക്കാം. FIR-ൽ സേതുമാധവൻ പ്രതിയല്ല. പൂർവ്വവൈരാഗ്യമുള്ള മറ്റേതോ റൗഡിയാണ് പ്രതി. നമ്മൾ മൊഴികൾ എടുത്തിരിക്കുന്നതും അത്തരത്തിലാണ്. അത് വേണ്ട സാറേ, ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. വേണ്ട. ആര് പറഞ്ഞു കൂട്ടു നിൽക്കണമെന്ന്? സേതു എവിടെയാണെന്ന് അന്വേഷിച്ച് വിഷമിക്കേണ്ടത്. അയാൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സംഭവം നടന്ന ശേഷം അയാൾ ആദ്യം എത്തിയത് എന്റെ അടുക്കലാണ്. എനിക്ക് അവനെ ഒന്ന് കാണണം. കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം അയാൾ ജോസിന്റെ മൊഴിയാണ് പ്രശ്നം. മരണമൊഴി തരാൻ ജോസിന് കഴിഞ്ഞില്ലെങ്കിൽ ഭാഗ്യം പോലിരിക്കും. പോട്ടെ. ജോസേ,
ജോസേ, പറയൂ, ആരാ നിങ്ങളെ അടിച്ചത്? അറിയില്ല. ഏ? അറിയില്ല. കണ്ടറിയോ? ഇല്ല. സാർ, ജോസേട്ടന് ബോധം ശരിക്കും വീണിട്ടില്ല. ജോസേട്ടൻ അറിയാം ആരാണെന്ന്. ജോസിന്റെ മുഴുവൻ എടുക്കുന്നത് നിങ്ങൾ സംസാരിക്കണ്ട. എനിക്ക് ബോധമുണ്ട്. അറിയില്ല. എനിക്കൊന്നും അറിയില്ല. ജോസേട്ടൻ എന്താ ഈ പറയുന്നത്? അവനെ എനിക്ക് വേണം. ജയിലിൽ പോയി രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ജോസേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചന്ത ഉറങ്ങിയ പോലായി. ഒന്നിനും ഒരു ചൂടില്ല. ആരായി സേതു? അറിയില്ലേ? നമ്മുടെ പുതിയൊരു പോലീസുകാർ അച്ഛനാരില്ലേ, അങ്ങേരുടെ മോനാ. മരണ വഴിയാണെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ സേതുവേട്ടന്റെ ആളുകളാ. ഇവിടെ സ്വർണ്ണമല്ല, അരിയാ കച്ചവടം. ഒന്ന് കളിയാക്കാതെ വേനോനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആശാനേ, ഒന്ന് കേറിയിട്ട് പോ. നമ്മളെയൊക്കെ ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പോരുത് കേട്ടോ. ഉർമീസേ, ഒരു കസേരങ്ങ എടുത്തോ. വേണ്ട. അല്ല, ഒരു കൂട്ടിൽ കളിച്ചിട്ട് പോവാ. ഉർമീസേ, ഒരു നല്ല നാരങ്ങയോടെ കൂളായിട്ട് എടുക്കാൻ പറ. ഉപ്പ മുതൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ കേസിന് കാശോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പിടിക്കണ്ട. ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ചാൽ മതി. ജോസിനെ കൊണ്ട് പൊറുതി കുട്ടി ഇരുന്നപ്പോഴാ നിങ്ങള്. എത്ര നേരം ഞാൻ കാത്തിരിക്കണം അറിയാമോ? ഇനി ഇവിടെ ഒരുത്തനും ഇറങ്ങില്ല. ഒക്കെ വരാന്ന് പറഞ്ഞിരിക്കാണ്. നടക്ക്, അത് മുമ്പിലാണോ? ചുണ്ടി ഇച്ചിരി കൂടുതൽ തിന്നണം. ഈറ്റപ്പുലിയുടെ നോട്ടം. ഉശിരുള്ള പന്നികളുണ്ടെങ്കിൽ തടുക്കണ. ഈരിക്കാരൻ ജോസിന്റെ എച്ചപ്പട്ടികൾ ആരുമില്ലേ? ഈരിക്കാരൻ ജോസ് ഞങ്ങൾക്ക് ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, കരം കിട്ടാൻ കാത്തിരിക്കുക. കൊല്ലുന്നേ കൊന്നോട്ടെ. ശങ്കൂറ്റം ചോണക്കുട്ടി തന്നെ. അമ്മ വന്ന് എന്തെങ്കിലും കഴിക്കമ്മേ. എനിക്ക് വിശപ്പില്ല. എന്റെ മോൻ ഇപ്പൊ ഏത് നരകത്തിലാണാവോ? ആ സാറിന് അറിയാവുന്നിടത്തല്ലേ. അവൻ ഒരു വിഷമവും ഉണ്ടാവില്ല. ഇങ്ങനെ പട്ടിണി കിടന്ന എന്തെങ്കിലും അസുഖം വരില്ലേ അമ്മേ? എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാ മതി എനിക്ക്. അവൻ വരും. അവന്റെ പേര് കേസൊന്നും ഇല്ലെന്നല്ലേ സാറ് പറഞ്ഞത്? അമ്മേ, സേതുട്ടൻ വന്നു. വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കുന്നവനല്ലല്ലോ നീ. നമ്മുടെ അച്ഛനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഞാൻ നോക്കിയിരിക്കണോ? അച്ഛന്റെ ശവം കൊണ്ട് ഇവിടെ വന്ന് കയറിയ അമ്മ എന്നോട് ചോദിക്കില്ലേ? ഏട്ടത്തി അത് പൊറുക്കൂ. നോക്കി എന്നില്ലെന്ന് ചോദിക്കില്ലേ? ഇല്ലേ മോളെ? എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? നമുക്ക് വീട്ടിലേക്ക് പോവാം. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ. അവസാനം കഴുത്തിന് മേൽ തലയുണ്ടാവില്ല. തിരിച്ച് വീട്ടിലോട്ട് ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം. ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ? എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഇത്ര വന്നെന്ന് പറഞ്ഞാ മതി. അളിയെ പോരുന്നോ? കൂടിയേച്ചോടാ. ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട. പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കണ്. നമ്മളൊക്കെ ഒന്നല്ലേ? അളിയോ പോരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയാ. കേറിക്കാം. തുള്ളി കഴിക്കണോ? കാശാ? സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും വന്ന് മിനിങ്ങണമെങ്കിൽ കാശാ. എന്നിട്ട് ഇവന്മാർ അത്താനോടെ കളി വയ്ക്കും. ആളിയാ സൈക്കിൾ. സൈക്കിളാ? പറ്റിയോ? ഇല്ല. അളിയാ, നമ്മുടെ സേതുവേട്ടനൊരു ഊപ്പയാ. പേടിച്ചൂറിയാണെന്നൊക്കെ ചില നാറികൾ പറയണത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാ.
എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. അത് പോട്ടെ, ഈ സേതുവിന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. അതും പോട്ടെ, ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ തിരിച്ചു വന്ന തലകൊയ്യൂന്ന പറയണേ. ആര് പറഞ്ഞു? ഏത് ചെറ്റകളാണ് പറഞ്ഞത്? സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല. അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ, അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാ. ക്ഷമയില്ലായ്മ കാണിക്കുമ്പോഴാ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക. സേതോട്ടിന് ഒട്ടും ക്ഷമയില്ല. നീ മാത്രമേ അത് പറയൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്ന അനുസരിക്കാൻ പറ്റൂ. എന്റെ ദേവി, ഞാൻ വന്ന സാരോപദേശം കേൾക്കാനല്ല. നിന്നെ കാണുമ്പോഴെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ഞാനെന്താ തെമ്മാടിയെ പോക്കിനെ പറ്റാണോ? അതുകൊണ്ടല്ല സേതോട്ട. ദേവി, ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയല്ല ഞാൻ. നീ ഒരു ടീച്ചറെ പോലെ സംസാരിക്കാതെ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. ഒരു വലിയ ചട്ടമ്പിയെ അടിച്ചു വീഴ്ത്തിയ അഹങ്കാരമല്ല എന്റെ മനസ്സിൽ. അതിനുള്ള ധീരത എനിക്കില്ല. സംഭവിച്ചുപോയി, അതിലുള്ള വേദനയുള്ളൂ. പിന്നെ കുറച്ച് ഭയവും. ഈ ജോസോ പരമേശ്വരനോ ശരിക്കൊന്ന് കൈവീശി അടിച്ചാൽ ഞാനില്ല. ഒരു ദിവസം അവര് വരും. വരുന്നത് എന്റെ ജീവന് വേണ്ടിയാണ്. സേതുട്ടൻ ഇനി ആ നശിച്ച നാട്ടിലേക്ക് പോകണ്ട. പോകാതിരുന്നിട്ട് കാര്യമില്ല. വിധി എന്താണെങ്കിലും നടക്കും. അതെവിടെയായാലും എവിടെയായാലും. ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ സെലക്ഷൻ ലിസ്റ്റ് എന്നാ വരിക? ആർക്കറിയാം, 2-3 മാസം എടുക്കായിരിക്കും. അത് മാത്രമാണ് പ്രതീക്ഷ. സേതു, വന്നിട്ട് മുത്തശ്ശിക്കൊന്ന് വർത്തമാനം പറയാൻ കിട്ടിയില്ലോ നിന്നെ. ഈ കുട്ടി എപ്പോ നോക്കിയാലും മുഖം വീർപ്പിച്ചിരിക്കുന്നതേ കാണാനുള്ളൂ. ആണുങ്ങളാവുമ്പോ തല്ലും വഴക്കൊക്കെ ഉണ്ടാവും അല്ലേ? നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു കരഞ്ഞു ചത്തേനെ. എന്നിട്ട് നല്ലോണം തല്ലു അയാളെ. കൊല്ലാണ്ടിരുന്ന് നന്നായി. മുത്തച്ഛന് അങ്ങനെയാ, ജീവൻ മാത്രം വിട്ടുകൊടുത്തേ. ദൈവം കൊടുത്ത ജീവൻ നമുക്കെടുക്കാൻ അവകാശമില്ല എന്നാ മൂപ്പര് പറയാ. മുത്തശ്ശിക്കൊന്നും മിണ്ടാതിരിക്കാവോ? ഒരു മുത്തശ്ശൻ. അതിന് നിനക്കെന്താ? ഇത് നല്ല ചേല്. ആ, എങ്ങനെ നടന്നത് ഒന്ന് വിസ്തരിച്ച് പറ. മുത്തശ്ശിക്കൊന്ന് പോവാമോ? കഥ കേട്ട് രസിക്കാനാ. മനസ്സ് മുഴുവൻ ദുഷ്ടത്തരാ. സേതോട്ട് നീങ്ങി വന്നേ. അവൾക്ക് പേടിയാ. അവളുടെ പ്രായത്തിൽ എനിക്കും അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ ചെമ്പരത്തി പൂ പോലെ ചോര കട്ട പിടിച്ച് കിടക്കുന്നത് കാണുന്നത് തന്നെ എനിക്കൊരു രസാ. എനിക്ക് ഭയാണ്. ചോര കണ്ടാൽ എനിക്ക് തടയാം. സേതോട്ട് വരണുണ്ടോ അങ്ങോട്ട്? കഥ ഞാൻ ഒരിക്കൽ പറയാൻ മുത്തശ്ശി. നീ പറഞ്ഞു കേട്ടിടത്തോളം അവരെന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. നീ സൂക്ഷിക്കണം. ചിലപ്പോ തോന്നും എല്ലാറ്റിനെയും വെല്ലുവിളിച്ച് നിൽക്കണമെന്ന്. അമ്മയും അച്ഛനെയൊക്കെ കാണുമ്പോ ആകെ തളർന്നു പോകുന്നു. നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കഴിയുന്നത് എല്ലാத்தைയും ഒഴിഞ്ഞു മാറി നിൽക്കുക. നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. ഞാൻ വരട്ടെ. മുത്തശ്ശിയുടെ വകയാ. തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വേണോ? വേണ്ട. സേതു, നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇതൊന്നും ഇവിടെ കിട്ടാത്ത. അതല്ലല്ലോ, അമ്മ തന്നയിക്കുമ്പോ അതിനൊരു പ്രത്യേകതയില്ലേ? ദേവി എന്ത് പറഞ്ഞതാ? അവള് വലിയ ടീച്ചറെ ഞവഞ്ഞു, അത്ര തന്നെ. സൂര്യനെടുത്ത് കൈവെള്ള നാളെ തന്നോ? ഇതെന്താണാവോ? ഇത് അച്ഛന്റെ പഴയ കത്തിയാണല്ലോ. ഇതെങ്ങനെ വന്നു ഇതില്? മുത്തശ്ശി ചെറുമോന് സമ്മാനിച്ചതായിരിക്കും. ഇല്ലടാ, ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സമ്മാനം നിന്റെ അമ്മയ്ക്ക് ശരിക്കും മട്ട് തന്നെയാ ഒരു സമ്മാനം കൊടുത്തയച്ചിരിക്കുന്നത്. ഇതേ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ശാന്തമായിരിക്കുക. നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ കൊല്ലും ഞാൻ നിന്നെ. അതിനിപ്പോ അവൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ വെറുതെ അല്ല പറയാ, പഴയ പോലെ ഒന്നും ചുറ്റിക്കറി നടക്കണ്ട. അങ്ങനെ പോകുന്നെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോവുകയും വേണ്ട.
ആ രമണനെയോ അമീതിന്റെ മോനെയോ അങ്ങനെ 2-3 ആളുകൾ കൂടി പോയാൽ മതി. ഉണ്ടോ? ഇല്ല, ഒരു ഫ്രണ്ടിന്റെ എഴുത്ത് മാത്രമുണ്ട്. PSC കാര്യങ്ങളല്ലേ, നാളെ കുറെ പിടിക്കും. അപ്പൊ ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക് പോവാം. തനിക്ക് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു കൂട്ടിയിരുന്നിട്ട് ഒരു മടുപ്പും തോന്നുന്നില്ലേ? തോന്നാഞ്ഞിട്ടല്ലേ, അടച്ചു പൂട്ടിയിരിക്കാതെ എന്താ ചെയ്യുക? ജോസിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പേടി കൊണ്ടാ അനങ്ങാത്തത്. താരത്തിന് ഒത്തു കിട്ടിയാ അവര് ചുമ്മാ ഇരിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? സേതുവിന് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, പിന്നെ വെറുതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊരു പേടി. ഞങ്ങളൊക്കെ ഇല്ലടോ അവിടെ. താൻ ധൈര്യമായിട്ടിരിക്കേ. വാ, തനിക്കിപ്പോ ഇവിടെ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. തന്റെ വില എന്താണെന്ന് തനിക്ക് അറിയാൻ പാടില്ല. തന്റെ ആളുകളാണെന്ന് പറഞ്ഞ് എത്ര പേര് ടൗണിലുണ്ടെന്ന് അറിയാമോ? എന്റെ ആളുകളോ? എടോ, ഈ ആനയുടെ വലിപ്പം അറിഞ്ഞുടന്ന് പറഞ്ഞ പോലെയാ താനെന്നൊക്കെ പറഞ്ഞാ ഇവിടെ. തന്റെ വെയിറ്റ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇല്ല, ബിയർ കഴിച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് ഓരോ ബിയർ അടിക്കാം. നമുക്ക് ബാറിൽ ചെന്ന് ഓരോ ബിയർ കഴിക്കാം. ബാറിൽ പോയി ഞാൻ കഴിക്കാറില്ല. രഹസ്യമായിട്ട് എവിടെയെങ്കിലും വാങ്ങിച്ചാൽ ഒരു ഗ്ലാസ് കഴിക്കാം. എന്ത് ബാറി കറിയാ ഇടിഞ്ഞ ആകാശം തലേ കൂടെ? അതുകൊണ്ടല്ല ഞാൻ കയറാറില്ല. അയ്യോ, ഒരു പ്രശ്നമില്ല, നല്ല ജാളിയായിരിക്കും. ഇല്ല ഇല്ല, എന്നാ പിന്നെ കൂടെ വരെയെങ്കിലും ചെയ്തൂടെ? കഴിക്കില്ല, വെറുതെ വേണേ കൂട്ടിന് വരാം. കേറിയാ ഇയാളെ അറിയോ? മനസ്സിലായില്ല, ആരാ? സേതു. അയ്യോ സോറി, ക്ഷമിക്കണം, നമ്മളുമായി പരിചയമില്ല, അതുകൊണ്ടാ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. സാർ ഇരിക്കും. രാജാ, സാറിന്റെ സൗകര്യമുള്ള സ്ഥലത്തോണ്ടിരുത്ത്. ഇരിക്കാം. എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കഴിക്കാം. 5 ദിവസം അളിയനൊക്കെ വരാറുണ്ട്. ആ ഇതിൽ കഴിക്കടോ. അയ്യോ വേണ്ട, നിങ്ങൾ വേഗം കഴിക്കേ, നമുക്ക് പോകാം. ധൃതി പിടിക്കാതെ എന്റെ ആശാനെ. ഞങ്ങളൊരു കാര്യം പറയട്ടെ. സേതുവിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ കളയും. പരമേശ്വരനല്ല, കീരിക്കാടൻ ജോസ് വന്നാലും ശരി ഞങ്ങൾ മുമ്പിലുണ്ടാവും. അല്ലേടാ? എന്താ സംശയം? ആ കീരിക്കാടൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും. അത് വേറെ കാര്യം. ആരടാ ചിരിക്കുന്നത്? കളിയാക്ക നജീബ് അല്ലടാ, ജോസിന്റെ മുന്നിൽ നിന്ന് നിൽക്കും. വാചം അടിക്കാതെ കണ്ടോരെ പറ്റിച്ച് കുടിച്ചിട്ട് പോടാ. നജീബേ, ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. ഇവൻ നമ്മളെ കൊച്ചാക്കിയതാ. അല്ല സേതു, നീ ആരാ കളിയാക്കിയത്? എടാ നജീബ്, ഇത് ഞാനാ, നാസർ. ഏത് പട്ടിയായാലും തെണ്ടിത്തരം പറയാനാ നാറി. സേതുവിന്റെ മുമ്പിൽ കീരിക്കാടൻ ജോസ് ഒരു പുല്ലല്ലടാ തെണ്ടി. പട്ടി നജീബേ, കള്ളു കുടിച്ചാ വയറ്റ് കേൾക്കണം, അനാവശ്യം പറയാം. 5 പേരുണ്ട്. സേതുട്ടൻ, ഞങ്ങളൊരു തമാശ പറഞ്ഞതാ. ഈ പള്ളിക്ക് ഇടപെടേണ്ട കാര്യം എന്താ? പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനല്ല, ഞാനല്ലെന്ന്, ഞാനൊന്നും ചെയ്യില്ല. എന്താ? പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു, അവന് കള്ള് തലക്ക് കയറിയതാ. പോലീസിനെ വിളിക്കാൻ പറ. ചുവന്നാരെ, നിങ്ങളെ മോൻ ഏതായാലും നശിക്കാൻ തീരുമാനിച്ചു. അതിന് നാട്ടുകാരെ കുട്ടികളും കൂടി ചീത്താക്കണം. അല്ല, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ മോൻ ബാറ് കയറി തല്ലുണ്ടാക്കി. എന്റെ നജീബിന് ആ ഗോപാലൻ താറിന്റെ ചക്കനും കൂടെ കൂട്ടിയിട്ട് പോയിന്. പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ ഇവന്റെ തല ഈ വണ്ണത്തിലാ മുളച്ചിരിക്കണേ. അല്ല, സേതു എന്തും വിചാരിച്ചിട്ടാ ഇറങ്ങിക്കണേ. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാ? വിശ്വാസല്ലേ, ബാറിൽ ചെന്ന് ചോദിക്ക്. ടൗണിൽ പാട്ടാ. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാന്ന് ഞാനെങ്ങനെയാ പറയാ? നിങ്ങൾക്ക് ഒരെണ്ണം പോയാൽ വേറെ ഉണ്ട് 2-3 എണ്ണം. ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. അതില്ലാണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. നാളെ ഞങ്ങൾ റിസൾട്ട് അറിയും. എവിടെയാ തെമ്മാടി? എന്റെ ചേട്ടൻ അകത്തുണ്ട്. സേതു,
എന്താ അച്ഛാ? നീയോ നശിച്ചു, നാട്ടുകാരുടെ പിള്ളേരെ കൂടെ നശിപ്പിക്കണം. അയ്യോ എന്തായി കാണിക്കണേ? എന്റെ മോൻ എന്താ തെറ്റാ ചെയ്തേ? മോനോട് ചോദിക്ക്. എന്താടാ ഉണ്ടായത്? എനിക്കറിയില്ലമ്മേ. അറിയില്ലേ? കള്ളത്തരം പറയുന്നോ? നിന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് വാറിക്കണം തല്ലുണ്ടാക്കി ആ ഹമീദിന്റെ മോനെ കൊണ്ടുപോയി തല്ലുള്ളിച്ചു. നേരാണോ മോനെ ഈ കേക്കണേ? ഇല്ലമ്മേ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. ആഹാ, ഇപ്പൊ ഹമീദ് തടഞ്ഞു നിർത്തിയോട് പറഞ്ഞതാ ആ ചെക്കന് ഇവന് വേണ്ടി തല്ലുകൊണ്ടത്രേ. ഈ നാട്ടുകാരെ മുഴുവൻ നീ ശത്രുക്കളാക്കും. നേരാണോ മോനെ? ഇല്ലമ്മേ. നീ ബാരി പോയിട്ട് പോലും ഇല്ല? പോയിരുന്നു. ആണോ? ബാരി പോയാൽ കുടിക്കാനല്ല പിന്നെ എന്തിനാ? വെറുതെ എന്ന് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കില്ല. ഈ നാട്ടിലെ സേതുവിന്റെ ചിത്രം വേറെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മനസ്സിലും ഞാൻ മാറുകയാണ്. എന്താടോ കറങ്ങി നടക്കുന്നേ? അനിയന്റെ റിസൾട്ട് അറിയാൻ പോയതാ. ജയിച്ചോ? ക്ലാസ് ഉണ്ട്. താൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു. അന്ന് തന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബദ്ധമായില്ലേ? എന്താ മറ്റൊരു ജോസഫാനാണോ ശ്രമം? സാർ അങ്ങനെ പറയുന്ന വിഷമമുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ആ ബാറിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? സാർ അത് ഞാനല്ല. നുണ പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ താൻ പല സ്ഥലത്ത് നടന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു. ഞാനോ? എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് മതിയല്ലോ. ഹൈദ്രോസ് തന്റെ ബോഡി ഗാർഡാണ്. ഇവല്ല സാർ. താൻ വന്നിറങ്ങിയത് മുതൽ അയാളുണ്ടല്ലോ കൂടെ. അയാളെയും തന്റെ അളിയനെയും കൊണ്ട് റൗഡി പിരിവ് നടത്തുന്നുണ്ടോ? സാർ, മഹാഭാവം പറയരുത്. എന്റെ മുന്നിൽ വിളവെടുക്കരുത്. പല അഭിനയവും ഞാൻ കണ്ടതാ. താനൊരു പാവമാണെന്ന് വിചാരിച്ചാ തന്റെ അരികെ ദയയും ദാക്ഷിണ്യവും കാണിച്ചത്. പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ച് നട്ടല് ഞാൻ ഓടിക്കും. ഒരു ജോസിനെ ഞാൻ വളർത്തില്ല, മനസ്സിലായടാ? ഓക്കെ, പേടിപ്പിക്കണ്ട. ഇച്ചിരി കാശ് വേണമല്ലോ രാമകൃഷ്ണ. അയ്യോ, കച്ചവടം ഒന്നും ആയില്ലല്ലോ. ഇനി എപ്പോഴാണാവോ കച്ചവടം ആവുക? എപ്പോ വന്ന് ചോദിച്ചാലും കച്ചവടം ആയില്ല. ഒരു ദിവസം എനിക്ക് ദേഷ്യം കയറുണ്ടല്ലോ. ഇതൊക്കെ വലിച്ചു വലിച്ച് താഴ്ത്താന്ന് മേലിട്ട് ഞാൻ ചവിട്ടും. അടങ്ങ അവൻ തരും. ഓ, സേതുക്ക നേരിട്ട് വന്ന് ചോദിക്കാഞ്ഞിട്ടാ? അതിനാണ് സാക്ഷാൽ ആളിയുടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് കച്ചവടം ചെയ്യണമെങ്കിലേ വെക്കണം വരുവാ. കൊടുക്ക്. ഹൈദ്രോസിന്റെ വായിരിക്കുന്നത് കേൾക്കാതെ സേതുവിന്റെ ഒരു അത്യാവശ്യ കാര്യത്തിനാ. കൊടു അക്കൗണ്ടിൽ ചായം കൂടെ. എന്റെ പേര് പണം പിരിക്കുമല്ലടാ. ഹൈദ്രോസ് കടമായിട്ട് മേടിച്ചതാ. നിന്റെ എടാ നായിന്റെ പോലെ നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ ഒരുങ്ങിയവനാ. നീ തല്ലിയല്ലടാ. എന്റെ പേരിൽ ഒരുത്തനും പണം കൊടുക്കരുത്. ഞാൻ കേടിയല്ല. എനിക്ക് ആ പണവും വേണ്ട. ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ഇതാ നിൽക്കും നിങ്ങളുടെ മോള്. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ, നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിക്കും. എന്നതേ ഇവിടാ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയതെന്ന് പറ. കേടിപ്പണം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ല് കൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടുന്നതിന് മുമ്പ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട. അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്നച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ. ആരെ കൊന്നിട്ടാ നീ വരണത്? ഒന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു. ഹൈദ്രോസിന്.
എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണിയുടെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ ചെയ്തു നീ കാട്ടിക്കൂട്ടണ്? ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താച്ചാ ചെയ്തു? തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്. അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി. സേതു, മോനെ, എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. എന്ത് വേഷമാടാ? കഴുകി മടുത്തതാ. മുഴുവൻ ചെളിയായിരുന്നു. എന്താ നിന്റെ പരിപാടി? നീ വീട്ടിലേക്ക് തന്നെ പോണം. ഇന്ന് രാത്രി അച്ഛൻ ഉറങ്ങില്ല. എന്നെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കും. കണ്ടാൽ മാപ്പ് പറഞ്ഞു വിളിക്കും. അതിനു മുമ്പ് എനിക്ക് മടങ്ങി വീട്ടിലെത്തണം. പാവം, എന്റെ അച്ഛൻ തോൽക്കരുത്. തോറ്റു മടങ്ങി ചെല്ലുന്നത് ഞാനാകണം. മനസ്സിന് മരവിപ്പ് ബാധിച്ചു തുടങ്ങിയിരിക്കും. മരവിപ്പല്ല, ഒരുതരം കരുത്ത്. അല്ലെങ്കിൽ ഹൈദ്രോസിനോട് ചോദിക്കാൻ കഴിയുമായിരുന്നു. ദേവിയെ കാണുന്നില്ലേ? ഇല്ല. അവള് പറയുന്നതെല്ലാം അനുസരിച്ചടക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനെന്ന ധാരണ ഇരുത്തണ്ട. അച്ഛൻ കണ്ടോ സേതുട്ടിന്? ഇല്ല. വന്നു പറയണ കേട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. വന്നാ ഇവിടെ വരാതെ പോവോ? വല്ല തല്ലും വഴക്കുണ്ടാക്കിട്ട് വന്നതാണോ? അമ്മ അവിടെ കുത്തിരി നാമം ചെല്ലണ്ടോ? കൃഷ്ണമ്മാവ, എന്താ രമണ? എന്തേ? ഞാൻ ജീവനും കൊണ്ടെങ്കിൽ പോകുന്നു. അന്തസ്സുള്ളവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. എനിക്ക് വേണേ 2 or 3 മാസം ഇവിടെ വന്ന് താമസിക്കാം. കൃഷ്ണമാവനത് സന്തോഷമേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. സ്വന്തം വീടല്ലേ, ആപത്ത് വന്നാ കൂടെ നിൽക്കണ്ടേ എന്ന് കരുതി നിന്നതാ. നിർത്തി. ഇനി എങ്ങനെ വേണേ ആയിക്കോട്ടെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയണ രമണ. ഞാനൊരു കൊലക്കേസിൽ പ്രതിയാവേണ്ടി വന്നേനെ. സേതു ഇന്ന് ഒരു റൗഡിയെ തല്ലി കൊല്ലാറാക്കി. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി. എന്നിട്ട് ഇവനിത് എന്ത് പറ്റി എന്റെ ഈശ്വര? ഏടിപ്പണം പിരിച്ചതിന്റെ തർക്കമാണ്. ഒരാഴ്ച മുമ്പ് ബാറി തല്ലുണ്ടാക്കി. ഇങ്ങനെ പോയ ആയുസില്ല കേട്ടോ വിഷമാവാ. ദേ, ഈ ചട്ടമ്പിയായിട്ട് നടക്കുന്നവൻ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വെറുതെ കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കണ്ട. അവനെ എനിക്കറിയാം. ഞാനിത് വിശ്വസിക്കില്ല. അവനാണോടി? ആരെയും കാണുന്നില്ല. നിങ്ങൾ ഉറങ്ങിയോ? പോണെന്നാ. നിനക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട, നേരെ ഒരുപാട് രാത്രിയായി. ഇനി ഇപ്പൊ എവിടെ പോയി നോക്കാനാ? എവിടെയെങ്കിലും പോയി നോക്കാം. ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയില്ലേ.
ഞാൻ സംസാരിച്ചു വിട്ടതുകൊണ്ടാണ് അമ്മയും മകനും മുന്നിലേക്ക്. എപ്പോഴാ വന്നത് നീ? കുറച്ചേരായി. വിളിക്കാറുന്നില്ലേ നിനക്ക്? ആ വന്നോന്ന് വിളിച്ചു. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെയാ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല. ആരും സംശയിക്കാതെ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്. സേതുവിന് വേണ്ടി നിങ്ങളാരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. വയ്ക്കോ. അല്ല സേതു, മുത്തശ്ശിയുടെ സമ്മാനം. ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേട്ടൻ ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിന് വേണം. ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും ഏറ്റുണ്ടില്ല. ഇപ്പൊ വീട്ടിൽ വരാറില്ല. നീ വിഷമിക്കണ്ട. അമ്മേ, അമ്മുകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടി. എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുവിന് 2nd റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ. രക്ഷപ്പെട്ടു പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. എനിക്ക് ജീവിക്കണം. ആരും കാണാതെ അതിനകത്ത് കിടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ.
അച്ഛനാരെ, നിങ്ങൾ വിഷമിക്കണ്ട. SI ചെന്ന് വിളിച്ചപ്പോ മറുത്തൊരു അക്ഷരം പറയാതെ അവൻ കൂടെ പോന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അവരെ തൊട്ടിട്ടില്ല. നമ്മളൊരുമിച്ച് ജോലി ചെയ്യുന്നതല്ലേ. ആ പരമേശ്വരന്റെ 2 കൈന്റെ എല്ലാം എടുത്ത് കളയേണ്ടി വന്നു. കണക്കിന് നന്നായി. കൈ കൊണ്ട് ഇനി അവനൊന്നും ചെയ്യില്ലല്ലോ. അച്ഛനാരെ, എന്ത് ഭ്രാന്താ നിങ്ങൾ കാണിക്കുന്നത്? ലോകപ്പേടം ചത്തുവാ ഞാനാ സമാധാനം പറയണ്ടേ? ഇവനെ ഒന്നുകളഞ്ഞേരി സാറേ, എനിക്കിനി അവന് വേണ്ട. എന്റെ മോനെ കണ്ടു. കണ്ടു. നാളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യത്തിൽ ഇറക്കണം. അവനെ ശിക്ഷിക്കുമോ? അച്ചു എപ്പോ വന്നു? സന്ധ്യയായി. അച്ചു വന്നിട്ട് പോകാമെന്ന് കരുതി. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ. വീട്ടിൽ ഭാരതിയും അവളുടെ ബന്ധുക്കളും ഒക്കെ വളരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ വിവാഹം ഉടനെ നടത്തണമെന്ന് പറഞ്ഞു. ഞാനും അത് ആലോചിക്കുകയല്ല. വിവാഹമൊക്കെ കഴിക്കുമ്പോൾ അവൻ്റെ ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ സെലക്ഷനായി, നിയമനവും അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതല്ല. ഭാരതിയുടെ വകയിൽ ഒരു ആങ്ങളയുടെ മകൻ ദുബായിലുണ്ടല്ലോ, ശിവശങ്കരൻ, കൊരട്ടിയിൽ മടത്തിപ്പറമ്പില്. അയാളുടെ ഒരു ആലോചന ഇങ്ങനെ മുറുകി നിൽക്കുക. എനിക്കൊട്ടും മനസ്സിലായിരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ശരിയാണ് കൃഷ്ണേട്ട. സേതു ഇനി അവനെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അവൻ നമുക്ക് നഷ്ടപ്പെട്ടു. കൃഷ്ണേട്ടന് വാക്കൊടുത്തു. അച്ചു, നിനക്ക് എന്നോട് വിഷമം തോന്നരുത്. ഏയ്, എനിക്കിതില്ല. ദേവിയുടെ സ്ഥാനത്ത് എന്റെ ലതയാണെങ്കിൽ ഞാനും ഇങ്ങനൊരു തീരുമാനം എടുക്കും. ഒന്ന് ആലോചിക്കാൻ പോലും വന്നു വരില്ല. ദേവി മോള് സുഖമായിരിക്കട്ടെ. അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. സേതു അവളെ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടിയിട്ട് സേതു നേരിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ കുട്ടിയായിരിക്കുമ്പോൾ കുസൃതി കാണിച്ചാൽ
കൃഷ്ണേട്ടൻ തല്ലാൻ വടിയെടുപ്പിക്കും അവനെ കൊണ്ട് തന്നെയായിരുന്നു. ഇത് വേണോ കൃഷ്ണേട്ടൻ? സ്കൂളാണ്, മറ്റധ്യാപകരുണ്ട്. ഇന്ന് ജാമ്യത്തിലിറങ്ങി, നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറില്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയോ? ബാധ്യതയോ? അതെ, ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. മാത്രമല്ല, ഇന്ന് നീ എന്റെ മനസ്സിലില്ല. സേതുട്ടാ, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം, അല്ലേ? എന്നെ ഇനി ഓർക്കരുത്. ഭയപ്പെടണ്ട. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞ് പിരിയാൻ. അവളെ ആശ്വസിപ്പിക്കണം. നല്ലതേ വരൂ എല്ലാവർക്കും. അമിതേ സാർ, പോലീസ് വെരിഫിക്കേഷന്റെ ഒരു കടലാസ് ഉണ്ടല്ലോ. ആരുടെയാണ് സാർ? സേതുമാധവന്റെയാ. SI സെലക്ഷന്റെ. അത് ഉറപ്പാണല്ലോ സാറേ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്യണ്ടായിരുന്നു. ക്രിമിനൽ കേസല്ലേ, എന്ത് ചെയ്യും? സാറേ, അതെന്നെ ഏൽപ്പിക്കരുത്. വേറെ ആരെയും വിട്ട് അന്വേഷിപ്പിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എഴുതി അയക്കാണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛനാരുണ്ടോ അവിടെ? ഉണ്ട്, വിളിക്കാം. സേതുമാധവന്റെ പോലീസ് വെരിഫിക്കേഷന്റെ കടലാസ് വന്നിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യും? സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. എന്റെ ഇഷ്ടം പോലെ ആയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ മകന് നല്ലൊരു ജോലി കിട്ടാനുള്ള കാര്യമല്ലേ? ആ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ആ കേസ് രാജിയാവാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ വേറെ വല്ല വഴിയുണ്ടോ നോക്കാം. അതൊരു തൊട്ടിരിക്കട്ടെ സാർ. ആ, 3-4 മാസമായിട്ട് ഒരു പണിക്കും പോകാൻ പറ്റിയിട്ടില്ലേ മാനെ? 2 മാസത്തോളം മെഡിക്കൽ ആശുപത്രിയിൽ. ഇപ്പൊ 1 മാസമായിട്ട് ഇവിടെ. 2 പിള്ളേരുണ്ട്. അവരുടെ കാര്യം നോക്കാൻ ഞാനല്ലാണ്ട് ആരുമില്ല. അതാ ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ റൗഡിയായിട്ട് ജീവിച്ചു. ഇനി എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ പോലും ആ കയ്യൊന്ന് ഉയർത്താൻ പറ്റുമോ? തനിക്കൊരു സൈക്കിൾ ഷാപ്പ് ഇട്ടു. എടുത്തു വയ്ക്കാനും തുടയ്ക്കാനും ഒക്കെ ഒരു പയ്യനെ നിർത്തിയാൽ മതി. തന്റെ കുടുംബം കഴിയാനുള്ള വക അതിൽ. കേസ് ജയിച്ചിട്ടോ സേതുമാധവനെ ശിക്ഷിച്ചിട്ടോ തനിക്കൊന്നും നേടാനില്ല. എന്താ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ.
അറിയില്ലേ സാറേ? അറിയും. പിന്നെന്താ വില വെക്കാത്ത പോലെ പോണത്? മറുപടി പറഞ്ഞിട്ട് പോ. ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ. മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. 3 മാസം ആശുപത്രി കിടന്നപ്പോ 10 കിലോ കൂടി. കൊള്ളാം. കഴിഞ്ഞില്ല. ഇവന്റെ കൈ ഒടിച്ചൊരു പോക്കിരിനെ നിങ്ങൾ കൊണ്ടു നടക്കണില്ലേ? സേതുമാധവൻ. അവനെ ഞാൻ നുറുക്കും. കൈ 2 ഇവന്, ശരീരം ആ പോലീസുകാരൻ തന്തയ്ക്ക് കൊടുക്കും. തല നിങ്ങളെ ക്വാർട്ടേഴ്സിൽ അയച്ചു തരും. എന്നിട്ട് ജോസിനെ കോടതി കയറ്റി ഉണ്ടാക്കാമോ നിങ്ങൾ നോക്ക്. ചോണേണ്ടേക്ക്. പരിഭ്രമിക്കണ്ട. വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടും. പിന്നെ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലവും ഉണ്ടല്ലോ. ഇനിയൊരു ആലോചനയ്ക്ക് ഒരുക്കത്തിന് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടണം. ആദ്യം ജീവൻ രക്ഷിക്കും. പടക്കം പൊട്ടിച്ചവരും സേതുമാധവന് ജയ് വിളിച്ചവരും ഇനി ആരുടെ ബാക്കിയുള്ളത്? ജോസ് ചാവൻ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച എല്ലാ പുണ്യാളന്മാരും ഓർത്തോ, എല്ലാവന്റെ അടുത്തും ഞാൻ വരും. ആ പന്നിയുടെ മോൻ എവിടെ ചെന്ന് ഒളിച്ചാലും ഞാൻ അവനെ വിടില്ല. എന്താ പറ്റിയ നിനക്ക്? ജോസ് തിരിച്ചെത്തി. ഓരോരുത്തരോടും എണ്ണി എണ്ണി പകരം ചോദിക്കുകയാണ്. നീ പോകുന്നത് വീട്ടിലാരും അറിഞ്ഞില്ലേ? രമേശനോട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയ ഇവിടെ ഇറങ്ങിയത്. ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലോ? എന്ത് വർത്താനാ നീ പറയുന്നത്? എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? അറിയില്ല. എനിക്ക് കുറച്ച് കാശ് വേണം. ഇപ്പോ ഇല്ലെങ്കിൽ വേണ്ട. അതല്ലടാ, ഇന്ന് നീ ഇവിടെ താമസിക്കുക. അത്ര പെട്ടെന്ന് ഇവിടെ ആരും അന്വേഷിച്ചു വരില്ല. നാളെ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കാം. എവിടെടി നിന്റെ മോൻ? എനിക്കറിയില്ല. പറഞ്ഞില്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. ഞാൻ ഇനിയും വരും. കാശ് കിട്ടിയോ? കിട്ടി. കൃഷ്ണമാനെ കണ്ടപ്പോ ഒരു കാര്യം അറിഞ്ഞു. ജോസും പാർട്ടിയും ഇന്നലെ രാത്രി വീട്ടിൽ കയറി വലിയ അക്രമം കാണിച്ചു. അച്ഛനും ഉണ്ടായിരുന്നില്ല. രമേശനും അമ്മയും ആശുപത്രിയില. വിഷമിച്ചിട്ട് എന്താ കാര്യം? നീ ഇങ്ങോട്ട് പോണ? ഇല്ല കേശു, എനിക്ക് പോണം. എന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെന്റെ കുടുംബം തകർക്കും. എനിക്ക് വേണ്ടി അവര് ഇല്ല. ഞാൻ പോവും. സേതു, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, പോയേ തീരൂ. നീ കാശ് കയ്യിൽ വെച്ചു. ഇനി എനിക്ക് പണം വേണ്ട. നമ്മൾ പിരിയുകയാണ്. ഞാൻ മരിച്ചുപോയാൽ
എന്റെ അച്ഛനെ കണ്ട് നീ പറയണം, ലോകത്തൊരാളെയും ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ലെന്ന്. എല്ലാ മോഹങ്ങളും ഞാൻ തകർത്തു. മാപ്പ് പറഞ്ഞെന്ന് പറയണം. സേതു, തിരിച്ചടിക്കാൻ ശക്തിയില്ല. അവർക്ക് വേണ്ടത് എന്റെ ജീവനാണ്. ആ കടം വിട്ടാനാണ് ഞാൻ പോകുന്നത്. ഞാനും വരാൻ സേതു, ഞാനും ഉണ്ടാ അതിൻ്റെ ഒപ്പം. തിരിച്ചടിക്കാനാണെങ്കിൽ തിരിച്ചടിക്കാൻ. അതെ, സന്തോഷായി. ഞാൻ നിന്റെ മോൻ കരയുന്നു. അവനെ കരയിക്കാതിരിക്കെ. ചെല്ലു. അയ്യോ ഏട്ടാ, ഏട്ടൻ പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അവർ ഏട്ടനെ കണ്ട കൊല്ലും. നീ എന്താ ഈ കാണിക്കുന്നത്? കരയാ? ഇത്രയും വലിയ പെൺകുട്ടി ആളുകൾ കാണില്ലേ? നിന്നെ അവരൊരുപാട് തല്ലിയോ? സാരമില്ല, ഇനി നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. അയാളുടെ ദേഷ്യം തീർന്നു. തീരും. നീ നന്നായിട്ട് പഠിക്കണം. ഇവളെ പോലെ ഉഴപ്പരുത്. വക്കീലൊന്നും ആവണ്ട, ഒരു സബ് ഇൻസ്പെക്ടർ ആവണം. അച്ഛന്റെ മോഹം നീ നടത്തി കൊടുക്കണം. നിന്നോടെന്താ ഏട്ടൻ പറയാ? വെച്ചു വിളമ്പാൻ ധാരാളം ആളുകളുള്ളത് വീട്ടിലേക്ക്. വീട്ടമ്മയായി നീ കല്യാണം കഴിച്ചു ചെല്ലണം. മണ്ടൂസ്. അമ്മ എവിടെ കിടക്കുന്നത്? കരയില്ലേ അമ്മേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വേഗം രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി ഞങ്ങൾക്ക്. ഞാൻ പോവാണ്. യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. വേഗം പോ. ജോസേട്ടാ, സേതു വാഹനം എത്തിയിട്ടുണ്ട്. എവിടെയാ പന്നി? ചിരിക്കണ്ട. ചാവാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. പൊരുതി ചാവാൻ.
വേണ്ടത്? ചങ്കൂറ്റുള്ള ഇറങ്ങി വേടാ. കൊല്ലണം എനിക്ക്, കൊതിതീരെ കൊല്ലണം. അടുത്തേക്ക് വരരുത്. സേതു, അടുത്തേക്ക് വന്ന ആരാണെന്ന് നോക്കില്ല. വരരുത്. സേതു, കത്തിരാനിടാൻ. വരരുത്, വരരുത്. സേതു, എന്താ ഇത്? സേതുമാധവന്റെ പോലീസ് വെറിഫിക്കേഷൻ റിപ്പോർട്ടാണ് സർ. അയാൾ യോഗ്യനല്ല. അയാൾ ഒരു നോട്ടോറിയസ് ക്രിമിനലാണ്.